This call is now being recorded. ഓക്കെ, അപ്പം ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മെയിൻ റിസൾട്ട് ഇതായിരുന്നു. അതായത് ഒരു എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി എടുത്തു നമ്മൾ ഓവർ ഫീൽഡ് എഫ്, ആൻഡ് ഡബ്ല്യു ആൻഡ് എം ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഓവർ എഫ് എടുത്തു, ആൻഡ് ബീറ്റ ബി എൻ ഓർഡേഡ് ബേസിസ് ഫോർ വി ആൻഡ് ബീറ്റ ഡാഷ് ബി എൻ ഓർഡേഡ് ബേസിസ് ഫോർ ഡബ്ല്യു എടുത്തു. അല്ലെങ്കിൽ ഫോർ ഈച്ച് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം V to W, there exists an m by n matrix A with the entries in F such that T alpha with respect to beta dash is equal to A into alpha with respect to beta for every alpha in V. Furthermore, the mapping T to A is a 1-1 correspondence between set of all linear transformations from V to W and set of all m by n matrices over the field. അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ റിസൾട്ട് ആയിരുന്നു. അതായത് ഒരു രണ്ട് വെക്ടർ സ്പേസ് എടുത്ത് വിയും എഫും, എന്നിട്ട് നിങ്ങൾ ഡിഫൈൻ ടി ഫ്രം വി ടു ഡബ്ല്യു ആൻഡ് വിൻ്റെ ബേസിസ് ബിയും ബീറ്റയും ഡബ്ല്യുവിൻ്റെ ബേസിസ് ബീറ്റ ഡാഷ് എടുത്തിട്ട് നമ്മൾ മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ഓർ റിലേറ്റീവ് ടു ദ ബേസിസ് ബീറ്റ ആൻഡ് ബീറ്റ ഡാഷ് ആദ്യം കണ്ടുപിടിച്ചു. അതായിരുന്നു എ എന്ന മെട്രിക്സ്. നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? ടി ആൽഫേൻ്റെ കോർഡിനേറ്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു കോർഡിനേറ്റ് മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സ് എ ഇൻറ്റു കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ആണെന്ന് കാണിച്ചു. പിന്നെ ആ ഒരു അസോസിയേഷൻ, അത് ഒരു ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വി എന്ന അസോസിയേഷൻ നമ്മൾ യുണീക്ക് ആണെന്ന് കാണിച്ചു. ഒരു ടി ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എയും ഒരു എ ആണെങ്കിൽ കറസ്പോണ്ടിങ് ഒരു ടി എ ഉണ്ടാവുള്ളൂ. അത് എൽ വി ഡബ്ല്യു എടുത്ത് നമ്മൾ അതുപോലെ എഫ് എം ബൈ എൻ എടുത്തു. ഈ രണ്ട് സ്പേസ് നമ്മളൊരു ഐസോമോർഫിസം ഇന്നലെ കാണിച്ചു. അതായത് നമ്മൾ ഇന്നലെ ലീനിയാരിറ്റി കാണിച്ചിരുന്നു, ആ ഒരു മാപ്പിംഗ് ലീനിയാരിറ്റി കാണിച്ചു. പിന്നെ പ്രീവിയസ് തിയറം ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ ഐസോമോർഫിസം പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം നമ്മൾ എനിക്ക് തോന്നുന്നു ലീനിയർ ഓപ്പറേറ്റേഴ്സിൻ്റെ കേസ് പറഞ്ഞു. അതായത് ഇതേ സെയിം റിസൾട്ട് ലീനിയർ ഓപ്പറേറ്റേഴ്സിൻ്റെ കേസിൽ വരിക. നമുക്ക് അവിടെ ടി ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ പറഞ്ഞാൽ ടി ബീറ്റ വിത്ത് റെസ്പെക്ട് ടു ആൽഫ ബീറ്റ എഴുതാൻ പറ്റും. അതെന്താ വെച്ചാൽ ഇവിടെ ഈ എ എന്ന മെട്രിക്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ടി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് ഇവിടെ. അപ്പം മറ്റേ കേസിൽ നമുക്ക് രണ്ട് ബേസിസ് ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്കത് ആ നൊട്ടേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കേസിൽ ലീനിയർ ഓപ്പറേറ്റർ ആയിരുന്നു, വിന്ന് വിയിലേക്ക് തന്നെയാണ്. അപ്പം നമുക്ക് A is defined as matrix of T with respect to beta. ആൻഡ് സെയിം ആ റിസൾട്ട് ഉപയോഗിച്ചിട്ട് പ്രീവിയസ് തിയറം ഉപയോഗിച്ച് നമുക്ക് ഈ റിസൾട്ട്. ഇത്രയും നമ്മൾ ഇന്നലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസും നോക്കി. എനിക്ക് രണ്ട് എക്സാമ്പിൾസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ഈ മെട്രിക്സ് കാണുന്ന എക്സാമ്പിൾസ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഇന്നോവ ക്ലാസ് ഉണ്ടായിരുന്നോ? ക്ലാസ് അല്ല സർ, സെമിനാർ ഉണ്ടായിരുന്നു. ഓ, എത്ര മണി വരെ ഉണ്ടായിരുന്നു? 12 മണി വരെ. അത്രേ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഊണൊക്കെ കഴിച്ചല്ലോ എല്ലാവരും അല്ലേ? എന്നാ ചോദിക്കാൻ വിട്ട്, ഇനി വേറെ ക്ലാസ് എന്തുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഊണൊക്കെ കഴിച്ചിരിക്കല്ലേ? മീൻ നോമ്പില്ലാത്തവരൊക്കെ റെഡി അല്ലേ? എന്നാലും കുറച്ച് പേരും ജോയിൻ ചെയ്യാണ്ടല്ലോ, ആകെ കുറച്ച് പേരെ കാണുന്നുള്ളൂ. എട്ട് പേരേ ഉള്ളൂ ആകെ. ഓക്കെ, സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോമ്പോസിഷൻ ഓപ്പറേറ്റർ. അതായത് യു കോമ്പോസിഷൻ ടി എടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക, അതായത് വി 3 വെക്ടർ സ്പേസ് എടുക്കാം, വി ഡബ്ല്യു ഇസെഡ്. ഓക്കെ, നമ്മളിപ്പോൾ എന്തൊക്കെയാ ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് ആദ്യം നമ്മൾ എൽ വി ഡബ്ല്യു ടു എഫ് എം ബൈ എൻ നമ്മൾ മാപ്പിംഗ് കാണിച്ചു. അതായത് ഇവിടുന്ന് ഏത് ടി എടുത്താലും ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് എ നമുക്ക് കിട്ടും അല്ലെ, വിത്ത് റെസ്പെക്ട് ടു ദ ബേസിസ് ബീറ്റ ആൻഡ് ബീറ്റ ഡാഷ് ഓഫ് വി എൻ ഡബ്ല്യു. പിന്നെ നമ്മൾ കാണിച്ചത് എൽ വി വിയിലെ കേസാണ് കാണിച്ചത്. അത് സെറ്റ് ഓഫ് ഓൾ ലീനിയർ ഓപ്പറേറ്റേഴ്സ് എടുത്തു. എന്നിട്ട് ആ കേസിൽ നമുക്ക് അതേപോലെ ഒരു ലീനിയർ ഓപ്പറേറ്റർ ടി എടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു മെട്രിക്സ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നൊട്ടേഷൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ടി ബീറ്റ എന്ന് പറഞ്ഞിട്ട്.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു കോമ്പോസിഷൻ ഓപ്പറേറ്റർ എടുക്കുകയാണ്. അത് 3 വെക്ടർ സ്പേസ് എടുക്കുകയാണ്. വി ഡബ്ല്യു ഇസെഡ്. വി ആർ ടേക്കിംഗ് 3 വെക്ടർ സ്പേസസ്. ടി ഈസ് ഡിഫൈൻഡ് ഫ്രം വി ടു ഡബ്ല്യു, യു ഈസ് ഡിഫൈൻഡ് ഫ്രം ഡബ്ല്യു ടു സെഡ്. അങ്ങനെയെങ്കിൽ യു ടി ഈസ് ഡിഫൈൻഡ് ഫ്രം വി ടു ഇസെഡ്. ഈ ടീൻ്റെ ഒരു മെട്രിക്സ് റിലേറ്റഡ് ടു ബീറ്റ, അതിന് മുമ്പ് ബീറ്റ എന്ന് പറഞ്ഞാൽ വിയുടെ ഒരു ബേസ് ആക്കി എടുക്കുന്നു, ഓൾഡ് ബേസ് ആക്കി എടുക്കുന്നു. ബീറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യുവിൻ്റെ ഒരു ഓൾഡ് ബേസ് ആക്കി എടുക്കുന്നു. അതുപോലെ ബീറ്റ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇസെഡ്, ഇത് മൂന്നാമത്തെ വെക്ടർ സ്പേസിന്റെ ഒരു ഓൾഡ് ബേസ് ആക്കി എടുക്കുകയാണ്. എങ്കിൽ നമ്മളെ ഇൻട്രസ്റ്റ് ഇവിടെ എന്താന്ന് വെച്ചാൽ, എന്താണ് ഈ യു ടി എന്ന ട്രാൻസ്ഫോർമേഷന്റെ മെട്രിക്സ് റിലേറ്റീവ് ടു ദ ബേസിസ്. ഏതൊക്കെ ബേസ് വരിക, അതിന്റെ ഡൊമൈനും അതിന്റെ റേഞ്ച്, അതിന്റെ ഡൊമൈനും അതിന്റെ കോഡൊമൈനിലെ ബേസിസ്. അപ്പോൾ ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ യു ടി എവിടെ നിന്ന് അങ്ങോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, യു ടി ഡിഫൈൻ ചെയ്യുന്നത് വിന്ന് സെറ്റിലേക്കാണ്. അപ്പോൾ വിന്റെ ബേസിസ് ബീറ്റയും സെഡിന്റെ ബേസിസ് നമ്മൾ എടുത്ത ബീറ്റ ഡബിൾ ഡാഷ് ആണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഈ യു ടിന്റെ മെട്രിക്സ് എങ്ങനെയായിരിക്കും. അപ്പം ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അതിന്റെ മെട്രിക്സ് കാണാൻ അറിയാം. അപ്പോൾ 2 ട്രാൻസ്ഫോർമേഷൻസ് എടുത്തിട്ട് അതിന്റെ കോമ്പോസിഷൻ ഓപ്പറേറ്ററിന്റെ മെട്രിക്സ് എങ്ങനെയാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് എന്താ വെച്ചാൽ മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ബീറ്റ ആൻഡ് ബീറ്റ ഡാഷ് ആണ് നമ്മൾ എ ആക്കി എടുക്കുകയാണെങ്കിൽ, അഥവാ ഇഫ് യു ടേക്കിംഗ് എസ് എ. അതുപോലെ മെട്രിക്സ് ഓഫ് യു റിലേറ്റീവ് ടു ദ ബേസിസ് ബീറ്റ ഡാഷ് ആൻഡ് ബീറ്റ ഡബിൾ ഡാഷ് നമ്മൾ അഥവാ ബി എന്ന് എടുക്കുകയാണെങ്കിൽ, യു ടിന്റെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സി മെട്രിക്സ് ആയിരിക്കും. ആ സി വേറെ ഒന്നും ആയിരിക്കില്ല, ഈ ബി ഇൻറ്റു എ ആയിരിക്കും. നമുക്ക് കിട്ടിയ ഈ ബി മെട്രിക്സ് ഇൻറ്റു ഈ എ മെട്രിക്സ് ആയിരിക്കും അതിന്റെ ആ മെട്രിക്സ് സി. അതായത് റിലേറ്റീവ് ടു ദ ബേസിസ് ദ മെട്രിക്സ് ഓഫ് യു ടി റിലേറ്റഡ് ടു ദ ബേസിസ് ബീറ്റ ആൻഡ് ബീറ്റ ഡാഷ് പറഞ്ഞാൽ ബി എ എന്ന മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. ടിന്റെ മെട്രിക്സ് നമുക്ക് എ ആണെന്നറിയാം, യുവിന്റെ മെട്രിക്സ് നമുക്ക് ബി ആണെന്നറിയാം. നമ്മൾ യു കോമ്പോസിഷൻ ടീന്റെ മെട്രിക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അതാണ് നമുക്ക് ബി എ എന്ന് കിട്ടുക. അപ്പോൾ അത് എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ, സോ ഇഫ് ദീസ് തിങ്സ് ആർ ഹോൾഡിങ്, ഇത്രയും കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഫ് ദീസ് ആർ ഓൾ ട്രൂ, then for an alpha in V, let us take an alpha in V. V എന്നൊരു ആൽഫ എടുത്താൽ P alpha the coordinate vector with respect to beta dash എന്ന് പറഞ്ഞാൽ A into coordinate vector of alpha with respect to beta ആയിരിക്കും. അത് ശരിയാണോ? V W Z. ഓക്കെ, ഇതിന്റെ ഡയമെൻഷൻസ് നമ്മൾ എൻ എം പി എടുത്തിരിക്കുന്നത്. 3 ഡയമെൻഷൻ സ്പേസ് എടുത്തിരിക്കുന്നത് എൻ എം പി. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടാണ് ടി, ഇവിടുന്ന് ഇങ്ങോട്ടാണ് യു. ഓക്കെ, സോ if beta is an ordered basis of V and beta dash is ordered basis of W, നമ്മൾ ഇന്നലെ പറഞ്ഞ റിസൾട്ട് വെച്ച് നമുക്ക് എന്ത് പറയാം? ടി ആൽഫ എന്ന വെക്ടറിന്റെ ഫോർ എവറി ആൽഫ ഇൻ V, ടി ആൽഫ ഓഫ് ബീറ്റ ഡാഷ് മീൻ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ്, കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ടി ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു കോർഡിനേറ്റ് വെക്ടർ ഓഫ് കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ. അതാണ് ഇവിടെ കിട്ടുക. അത് ഇന്നത്തെ റിസൾട്ട്, ഇന്നലെ നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ട്. അപ്പം ഇനി അപ്പം നിങ്ങൾക്ക് കാണാം യു എന്ന മാപ്പിംഗ് ഡബ്ല്യു എന്ന് ഇസെഡിലേക്കാണ്. യു എന്ന മാപ്പിംഗ് ഡബ്ല്യു, സോറി, സോ ഇവിടെ ഇതൊക്കെ പോയില്ലേ. സോ we had V, W and Z, T from V to W, U from W to Z, and if you take an alpha here, ഒരു ആൽഫ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ഫോർ ഈച്ച് ആൽഫ ഇൻ വി ഇത് ഹോൾഡ് ചെയ്യും. നമ്മൾ ഇന്നലെ പറഞ്ഞ റിസൾട്ട് വെച്ചിട്ട് ഹോൾഡ് ചെയ്യും.
അതുപോലെ നിങ്ങൾക്കറിയാം യു എന്ന സാധനം, യു എന്ന ലീനിയർ ട്രാൻസ്മിഷൻ ഡബ്ല്യു സെറ്റിലേക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ളതാണ്. അപ്പം യു ഓഫ് ടി ആൽഫ അവിടെ എലിമെന്റ് ആണ്, ടി ആൽഫ അവിടെ എലിമെന്റ് ആണ് അല്ലെ, റേഞ്ച് ഓഫ് ടിയിലുള്ള എലിമെന്റ് ആണ്. അപ്പം യു ഓഫ് ടി ആൽഫ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ കോർഡിനേറ്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡബിൾ ഡാഷ്. ബീറ്റ ഡബിൾ ഡാഷ് പറഞ്ഞാൽ ഇതിന്റെ ബേസിസ് ആണ്, ഇതിന്റെ ബേസിസ് ബീറ്റ ഡാഷ് ആണ്, ഇതിന്റെ ബേസിസ് ബീറ്റ ആണ്. അപ്പൊ ഇതേ ഫാഷനിലാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, ഇത് സം ആൽഫയാണ്, ഇറ്റ് ഈസ് സം ആൽഫ. ഓക്കെ, ഇതേ ഫോം തന്നെ നമ്മൾ എഴുതുന്നത്. ഇറ്റ് ഈസ് സം ആൽഫ, ടിക്ക് പകരം യു ആവുന്നു, ഇവിടെ എലിമെന്റ് ടി ആൽഫ എടുക്കുന്നു, അതിന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ് യു ഓഫ് ടി ആൽഫന്റെ കോർഡിനേറ്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡബിൾ ഡാഷ് പറഞ്ഞാൽ ബി ഇൻറ്റു കോർഡിനേറ്റ് വെക്ടർ ഓഫ് ദിസ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ് ആയിരിക്കും. അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രൂവ് ചെയ്ത റിസൾട്ട് തന്നെ കിട്ടുന്നത് നമുക്ക്. ജസ്റ്റ് ടിക്ക് പകരം ഇവിടെ യു ആവുന്നു, ഈ ആൽഫയ്ക്ക് പകരം എന്താ സംഭവിക്കുക, ടി ആൽഫ എടുക്കുന്നത് നമ്മൾ. ഓക്കെ, എത്രയേ ഉള്ളൂ. പിന്നെ ഈ ഈ നമുക്ക് ഓൾറെഡി അറിയാം യുവിന്റെ മെട്രിക്സ് റിലേറ്റീവ് ടു ബീറ്റ ഡാഷ് ആൻഡ് ബീറ്റ ഡബിൾ ഡാഷ് പറഞ്ഞാൽ ബി ആണ്. അതായത് ഒരു യു ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ അത് ബി ഇൻറ്റു ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡബിൾ ഡാഷ് ആണ്. അതാണ് ഈ ലൈനിന്റെ മീനിങ്, ഈ ഒരു ലൈനിന്റെ മീനിങ്. അതായത് നമ്മൾ ഇന്നലെ പ്രൂവ് ചെയ്ത റിസൾട്ടിന്റെ ഒരു സൈമിൾട്ടേനിയസ് തിങ്. ഇത്രയേ ഉള്ളൂ. ടിക്ക് പകരം യു എടുക്കുന്നു, പിന്നെ ബേസിസ് മാറില്ല. ഒബിയസ്ലി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യു ഡബ്ല്യുവിന്റെ സെറ്റിന്റെ കേസിലാണ്, അപ്പോൾ ബേസിസ് മാറുന്നതാണ്. അപ്പം ഈ കേസിൽ ഇതും ട്രൂ ആണ്, ഇത് ട്രൂ ആണ്, അപ്പോൾ ഇതും ട്രൂ ആണ്. അതിൽ നമുക്ക് എന്താ കിട്ടുക? ഈ യു ഓഫ് ടി ആൽഫ നമുക്ക് വേണമെങ്കിൽ യു ടി ഓഫ് ആൽഫ എന്ന് എഴുതാം. അപ്പൊ യു ടി ഓഫ് ആൽഫ ആ ഒരു യു ടി ഓഫ് ആൽഫ എന്ന വെക്ടറിന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡബിൾ ഡാഷ് കോർഡിനേറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ടി ആൽഫ, ദ കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ടി ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ്, ഈ ഇക്വേഷൻ നമുക്ക് ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബി എ ഇൻറ്റു കോർഡിനേറ്റ് വെക്ടർ ഓഫ് ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എന്ന് കിട്ടും. അപ്പോൾ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ യു ടി ഫോർ ഈച്ച് ആൽഫ ആൻഡ് ബി യു ടി ഓഫ് ആൽഫ എന്ന് പറഞ്ഞ ആ ഒരു വെക്ടറിന്റെ കോർഡിനേറ്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സ് സി ഇൻറ്റു കോർഡിനേറ്റ് വെക്ടർ ഓഫ് ആൽഫ ബീറ്റ ആണ്, വേർ സി ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ബി എ. അതൊരു സിമ്പിൾ ആയിട്ടൊരു ഡയറക്റ്റ് ആയിട്ടൊരു പ്രൂഫാണ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഇതാണ് നമ്മളെ റിസൾട്ട്. അതായത് വി ഡബ്ല്യു എൻ സെഡ് വെക്ടർ സ്പേസ് ഓവർ ഫീൽഡ് എഫ് ആണ്. എനിക്ക് ഞാൻ അത് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ദിസ് ഇസ് ദ റിസൾട്ട്. അതായത് ഇഫ് വി ഡബ്ല്യു എൻ സെഡ് ആർ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസസ് ഓവർ എഫ് and let T be a linear transformation from V to W and U a linear transformation from W to Z, and beta dash and beta double dash are ordered basis of space V, W and Z respectively, and if A is the matrix of V relative to the pair beta and beta dash, and B is the matrix of U related to the pair beta double dash, the matrix of UT, U composition T എന്ന ഓപ്പറേറ്ററിന്റെ matrix relative to the basis beta and beta dash will be BA. Just B into A ചെയ്താൽ ആ കിട്ടുന്ന മെട്രിക്സ് ആയിരിക്കും നിങ്ങൾ ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ UT എന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു ദ ഓർഡേഡ് ബേസിസസ് ബീറ്റ ആൻഡ് ബീറ്റ ഡബിൾ ഡാഷ്. ഇതാണ് ശരിക്കും റിസൾട്ട്. അപ്പം ഇനിയിപ്പം ഈ കോമ്പോസിഷന്റെ റിസൾട്ട് നമുക്ക് കിട്ടിയതിനെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്തിനെ പറ്റി പറയാം? അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഈ കേസ് നമ്മൾ ഈ തിയറം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത ഈ തിയറത്തിൽ ഈ വിയും ഡബ്ല്യു സെഡ് എല്ലാം നിങ്ങൾ വി ആക്കി എടുക്കുക, ഡബ്ല്യു സെഡ് ഒക്കെ വി ആക്കി എടുക്കുക, ആൻഡ് ഒറ്റ ബേസ് ഫിക്സ് ചെയ്യുക ബീറ്റക്ക് പകരം. അതായത് ബീറ്റേന്റെയും ബീറ്റ ഡാഷിന്റെയും ബീറ്റ ഡബിൾ ഡാഷ് ഒക്കെ ഒരു ബേസ് സിംഗിൾ ബേസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ റിസൾട്ട് നമുക്ക് എന്താ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ the matrix of ut with respect to beta, the matrix of ut with respect to beta is nothing but equal to matrix of u with respect to beta
ആൻഡ് മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എന്ന്. അതായത് സി ഈക്വൽ ടു ബി ഇൻറ്റു എ നമ്മൾ എഴുതിയല്ലോ. ഈ സി ആണ് ശരിക്കും യു ടി. ഈ കേസിൽ നമ്മൾ എന്താ പറയുക, ഡിഫറെൻറ്റ് ബേസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മെട്രിക്സ് റിലേറ്റഡ് ടു ബീറ്റ ആൻഡ് ബീറ്റ ഡാഷ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ബീറ്റാസും എല്ലാ ബേസും സെയിം ആക്കി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഈ സെയിം റിസൾട്ട് നമുക്ക് ഇംപ്ലൈ ചെയ്യുന്ന ഒരു സിമ്പിളായിട്ട് റിസൾട്ടാണ് ഇത്. അതായത് ഇപ്പോൾ നമുക്ക് സിംഗിൾ ബേസ് അതിനെക്കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. യു ടി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ പറഞ്ഞാൽ യു വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ടി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഫോളോ ചെയ്യുന്നതാണ് ശരിക്കും ഇത്, ഈ റിസൾട്ട്. ഓക്കെ, അതായത് ഇത് ഈ യു ടി ടി യു എല്ലാം ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ ഇത് ട്രൂ ആവും. അപ്പം ലീനിയർ ഓപ്പറേറ്റേഴ്സും ആണ്. പിന്നെ നമുക്ക് ആ കോമ്പോസിഷന്റെ മെട്രിക്സ് നമുക്കറിയാം. അപ്പൊ അതിൽ നമുക്ക് പെട്ടെന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവമുണ്ട്. അതായത് ഇൻവേർട്ടിബിലിറ്റിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിതിപ്പം ട്രൂ ആണ്, യു ടി ഓഫ് ബീറ്റ ഇസ് ഈക്വൽ ടു യു ബീറ്റ ടു ടി ബീറ്റ ആണ് ഫ്രം ദ ലാസ്റ്റ് തിയറം. അങ്ങനെയെങ്കിൽ നമുക്ക് ഇത് പറയാൻ പറ്റും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ്. അതായത് ദ ലീനിയർ ഓപ്പറേറ്റർ ടി ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഈസ് ഇൻവേർട്ടിബിൾ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് നിങ്ങളോട്, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ ഇൻവേർട്ടിബിലിറ്റി ചെക്ക് ചെയ്യാൻ ആ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് കണ്ടിട്ട് ആ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ റിസൾട്ട്. അതായത് ടി ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്, അത് ഇൻവേർട്ടിബിൾ ആണ് എങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടി ബീറ്റ ഈസ് ഇൻവേർട്ടിബിൾ. അതായത് മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ നമുക്ക് പറയാം ആ ലീനിയർ ഓപ്പറേറ്ററും ഇൻവേർട്ടിബിൾ ആണ്. അതുപോലെ തിരിച്ചും പറയാൻ പറ്റും. അതെങ്ങനെയാ അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് വെച്ചാൽ, ടി ഈസ് ഇൻവേർട്ടിബിൾ, ടി ഇൻവേർട്ടിബിൾ ആണെങ്കിൽ നമുക്ക് അറിയാം ഒരു യു ഉണ്ടാവും ഫോർ വിച്ച് യു ടി ഈസ് ഈക്വൽ ടു ടി യു വിൽ ബി ഈക്വൽ ടു ഐ. ടി ഇൻവേർട്ടിബിൾ മാപ്പ് ആണെങ്കിൽ ഒരു മാപ്പിംഗ് നമുക്ക് യു കിട്ടും സച്ച് ദാറ്റ് യു ടി ഈസ് ഈക്വൽ ടു ടി യു ഈസ് ഈക്വൽ ടു ഐ ആയിരിക്കും. ഓക്കെ, ആൻഡ് നമ്മളെ യുണീക്ക് അസോസിയേഷൻ വെച്ചിട്ട് ഇപ്പോൾ യു ടി കറസ്പോണ്ടിങ് നോട്ട് ബീറ്റ ഫിക്സ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു യു ടി വി ഹാവ് എ മെട്രിക്സ് യു ടി ബീറ്റ ഷുഡ് ബി ഈക്വൽ ടു ടി യു ബീറ്റ ഷുഡ് ബി ഈക്വൽ ടു ഐ ബീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു ഐ എന്ന് കിട്ടും. അതായത് ഇതും എല്ലാം ഒരേ ഓപ്പറേറ്റേഴ്സ് ആണ്. അങ്ങനെയെങ്കിൽ ഇവരെല്ലാം മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ സെയിം ആയിരിക്കുമല്ലോ അല്ലേ. അത് തിരിച്ചു ഇംപ്ലൈ ചെയ്യും ഇക്വലന്റ്, ആക്ച്വലി ബോത്ത് ആർ ഇക്വലന്റ്. അപ്പം ഇതെല്ലാം ഒരേ ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ അവരുടെ മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഇസ് സെയിം. ആൻഡ് ഐഡന്റിറ്റി ഓപ്പറേറ്ററിന്റെ വിത്ത് റെസ്പെക്ട് ടു ബേസ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ നോർമൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ് വരിക എപ്പോഴും. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടുക യു ടി ബീറ്റ ഇസ് ഈക്വൽ ടു യു ബീറ്റ ഇൻ ടി ബീറ്റ. നമുക്ക് ഇവിടെ എന്താ കിട്ടുക വെച്ചാൽ ഈ തേർഡ് സ്റ്റെപ്പ് നമുക്ക് കിട്ടും. അതായത് ഇവിടുന്ന് കിട്ടുക യു ടി ബീറ്റ ഇസ് യു ബീറ്റ ഇൻറ്റു ടി ബീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു ടി ബീറ്റ ഇൻറ്റു യു ബീറ്റ ഇറ്റ്സ് ഈക്വൽ ടു ഐ എന്ന് കിട്ടും. അതിൽ നമുക്ക് എന്താ കിട്ടുക, അതിൽ നമുക്ക് എന്ത് ചെയ്താൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് ഇക്വേറ്റ് ദിസ് യു ബീറ്റ ടി ബീറ്റ, ഇതൊക്കെ മെട്രിക്സസ് ആണ് കേട്ടോ. ഇത് മെട്രിക്സ് ഓഫ് യു റിലേറ്റഡ് ടു ബീറ്റ ആണ്, ഇത് മെട്രിക്സ് ഓഫ് ടി റിലേറ്റഡ് ടു ബീറ്റ ഈക്വൽ ടു ഐ എന്ന് കിട്ടും. അതായത് യു ബീറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, ടി ബീറ്റ ഹോൾ ഇൻവേഴ്സ് എന്ന് കിട്ടും. അതിന് മീനിങ് എന്താ, യു പറഞ്ഞാൽ എന്താ, ഒരു യു ഈസ് ആക്ച്വലി ലിയർ ട്രാൻസ്മിഷൻ ഇൻവേഴ്സ് ഓഫ് ടി അല്ലേ. നല്ല യു ടി ഈക്വൽ ടു ടി യു ഈക്വൽ ടു ഐ എന്ന് കിട്ടുള്ളൂ. അപ്പോൾ യു ഞാൻ ടി ഇൻവേഴ്സ് ഓഫ് ബി റിപ്ലേസ് ചെയ്തു. അപ്പം ടി ഇൻവേഴ്സ് ഓഫ് ബിന്റെ ടി ഇൻവേഴ്സ് എന്ന മെട്രിക്സിന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എന്ന് പറഞ്ഞ ആ ഓപ്പറേറ്റർ വേറെ ഒന്നല്ല, ആ മെട്രിക്സ് വേറെ ഒന്നല്ല, ടി എന്ന മെട്രിക്സിന്റെ നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ കാണാം, എന്നിട്ട് അതിന്റെ ഇൻവേഴ്സ് കണ്ടാൽ മതി. അതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു റിസൾട്ട് ഇവിടുന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഏത് റിസൾട്ട് ഉണ്ടല്ലോ, ടി ഈസ് ഇൻവേർട്ടിബിൾ ഈഫ് ഓൺലി ടി ബീറ്റ ഈസ് ഇൻവേർട്ടിബിൾ എന്നുള്ളത് ഈ സ്റ്റെപ്പ് ഇത്രയും ഭാഗത്ത് നമുക്ക് ഫോളോ ചെയ്തെടുക്കാൻ പറ്റും. ടി ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു യു എക്സിസ്റ്റ് ചെയ്യും ഫോർ വിച്ച് യു ടി ഈസ് ഈക്വൽ ടു ടി യു ഈക്വൽ ടു ഐ എന്ന് എഴുതാം. നമുക്ക് കാണിക്കുന്നത് ടി ബി ഇൻവേർട്ടിബിൾ ആണെന്നാണ്. ടി ബി ഇൻവേർട്ടിബിൾ കാണിക്കാൻ എന്താ കാണിക്കേണ്ടത്, നമുക്ക് വേറൊരു മെട്രിക്സ് കാണിക്കണം. ഇപ്പം ടി ബി എ ആണെങ്കിൽ യു ഹാവ് ടു ഷോ എ മെട്രിക്സ് സച്ച് ദാറ്റ് ബി എ ഇസ് ഈക്വൽ ടു എ ബി ഇസ് ഈക്വൽ ടു ഐ എന്നൊരു മെട്രിക്സ് കാണിച്ചാൽ മതി. ആ ബി എന്ന മെട്രിക്സ് ആണ് നമ്മൾ ഈ യു ടി ബി എന്ന് യു വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എന്ന് കാണിച്ചത്. അപ്പം
ദിസ് പാർട്ട് ഇസ് പ്രൂവ്ഡ്. ഓക്കെ, സോ തിരിച്ചെങ്ങനെ പ്രൂവ് ചെയ്യാം നമ്മൾ? തിരിച്ച് അതേപോലെ ടി ബി ഈസ് ഇൻവേർട്ടിബിൾ. ടി ബി ഈസ് ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞാൽ ഒരു എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഒരു ബി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫോർ വിച്ച് ബി എ ഈസ് ഈക്വൽ ടു എ ബി ഈക്വൽ ടു ഐ. ഓക്കെ, എന്നിട്ട് തിരിച്ച് നമ്മൾ പോകുമ്പോൾ അത് നമ്മൾ ഇത് ഈക്വൽ എന്ന് എഴുതാൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇംപ്ലൈ ചെയ്യുന്നുണ്ട് ഈ പ്രൂഫിൽ. അപ്പോൾ ഇത് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇതിന്ന് ഇത് എഴുതാൻ പറ്റും, ഈ റിസൾട്ട് ഉപയോഗിച്ച് എഴുതാൻ പറ്റും. പിന്നെ ഇവിടുന്ന് തിരിച്ചെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ നമുക്കൊരു യുണീക്ക് അസോസിയേഷൻ ഉണ്ട്. ഒരു യുണീക്ക് അസോസിയേഷൻ ഉണ്ട്. ഏത് ട്രാൻസ്മിഷൻ എടുത്തതിന് ഏതൊരു മെട്രിക്സ് എടുത്തതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ട്രാൻസ്മിഷൻ ഉള്ളത് പറഞ്ഞിട്ട്, അപ്പോൾ ആ യുണീക്ക് അസോസിയേഷൻ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഇവിടെ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ടി ഇൻവേർട്ടിബിൾ ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ ടീന്റെ മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ പറഞ്ഞാൽ അത് ഇൻവേർട്ടിബിൾ ആയിരിക്കും. അതുപോലെ ടി ബി എന്ന മെട്രിക്സ് ഇസ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ആ കറസ്പോണ്ടിങ് ടി എന്നാൽ ഇൻവേർട്ടിബിൾ ആയിരിക്കും. അതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു ഇംപ്ലിക്കേഷൻ. ആൻഡ് വേറൊരു കാര്യം എന്താ വെച്ചാൽ, ടി ഇൻവേർട്ടിബിൾ മാപ്പ് ആണെങ്കിൽ ടി ഇൻവേഴ്സ് എന്ന മെട്രിക്സ് എന്ന ലീനിയർ ഓപ്പറേറ്ററിന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ മെട്രിക്സ് കാണണമെങ്കിൽ ടി എന്ന ലീനിയർ ഓപ്പറേറ്ററിന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ മെട്രിക്സ് കാണാം, എന്നിട്ട് അതിന്റെ ഇൻവേഴ്സ് കണ്ടാൽ മതി. ആ ഫുൾ കിട്ടിയ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടാൽ മതി. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടുന്ന് ഇംപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതെ, ഇനിയിപ്പം നമ്മൾ എന്തൊക്കെ കണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നമ്മൾ സമ്മറൈസ് ചെയ്യാം. നമ്മൾ ആദ്യം ഇവിടെ കണ്ടത്, ഡിസ്കസ് ചെയ്തത് എൽ വി ഡബ്ല്യു എന്ന സ്പേസ് എഫ് എം ബൈ എൻ എന്ന സ്പേസ്. ഓക്കെ, ഇത് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ലീനിയർ ട്രാൻസ്മിഷൻസ് ഫ്രം വി ടു ഡബ്ല്യു. ഇത് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എം ബൈ എൻ മെട്രിസസ് ആണ്, സം മെട്രിസസ് ഓഫ് ഓർഡർ എം ബൈ എൻ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള ഏതൊരു ടി എടുത്താലും, ഓക്കെ, അത് നമ്മൾ ആദ്യം ടി എടുക്കുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം ബേസിസ് ഫിക്സ് ചെയ്ത് പറയണം. ബീറ്റയും ബീറ്റ ഡാഷും നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ എന്താ കാണിച്ചതെന്ന് വെച്ചാൽ, ഒരു ലീനിയർ ട്രാൻസ്മിഷൻ ടി ഫ്രം വി ടു ഡബ്ല്യു എടുത്തു. ഇതിന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ആൻഡ് ബീറ്റ ഡാഷ് നമ്മൾ മെട്രിക്സ് കണ്ടുപിടിച്ചു. നമുക്ക് അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ട അറിയാം, നമ്മൾ നല്ല എക്സാമ്പിളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ബീറ്റ ഡാഷിലെ എലിമെന്റ്സ് എടുക്കുക, അതിന്റെ ഇമേജസ് കാണാം. സോറി, ബീറ്റയിലെ ഇമേജസ് കാണാം, എന്നിട്ട് ബീറ്റ ഡാഷിന്റെ എലിമെന്റ്സിന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് എ ഐ ജേഴ്സ് കിട്ടും. അത് വെച്ച് നമുക്ക് ഒരു മെട്രിക്സ് ഉണ്ടാക്കിയെടുക്കാം, ഒരു എ മെട്രിക്സ് ഉണ്ടാക്കിയെടുക്കാം. അതായത് കൺസ്ട്രക്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കാണിച്ചത് എന്താ വെച്ചാൽ, ഈ സ്പേസിൽ നിന്ന് ഈ സ്പേസിലേക്ക് ഒരു മാപ്പിംഗ് നമ്മൾ കാണിച്ചു എന്നല്ല. അതായത് ഫൈ ഓഫ് ടി പോണത് ഒരു എയിലേക്കാണ്. ഏതൊരു എലിമെന്റ് മുഴുവൻ എടുത്താലും അത് എയിലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്നു. ഈ മാപ്പിംഗ് ഒരു 1-1 മാപ്പിംഗ് ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് യുണീക്ക് മാപ്പിംഗ് ആണ്, നമ്മൾ ആദ്യം കാണിച്ചു. പിന്നെ നമ്മൾ കാണിച്ചത് ഈ ഫൈ ലീനിയർ ആണെന്ന് കാണിച്ചു. അതിന് നമ്മൾ ഇന്നലെ നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾ കാണിച്ചത് സി ടി പ്ലസ് യു എന്ന മെട്രിക്സിന്റെ എന്ന ഓപ്പറേറ്ററിന്റെ റെസ്പെക്ട് ടു ബീറ്റ എന്തായിരുന്നു കാണിച്ചത്? മെട്രിക്സ് എന്തായിരുന്നു കാണിച്ചത്? സി എ ഏതായിരുന്നു മെട്രിക്സ് എടുത്തിരുന്നത് നമ്മൾ? നോട്ട് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ. ആക്ച്വലി അവിടെ രണ്ട് ബേസിസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ കാണിച്ചത് ലീനിയാരിറ്റി കാണിക്കാൻ നമ്മൾ എന്താ കാണിച്ചു വെച്ചാൽ, സി ടി പ്ലസ് യു എന്ന ഓപ്പറേറ്ററിന്റെ വിത്ത് റെസ്പെക്ട് ടു എന്താ നമ്മൾ കാണിച്ചതായിരുന്നു? സി ടി പ്ലസ് യു എന്ന ഓപ്പറേറ്ററിന്റെ മെട്രിക്സ് റിലേറ്റഡ് ടു ബീറ്റ ആൻഡ് ബീറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സ് സി എ പ്ലസ് ബി എന്ന മെട്രിക്സ് ആണ് കാണിച്ചു. അതായത് ഈ ഫൈ ലീനിയർ ആണെന്ന് കാണിച്ചു. ഇവിടെ ഈ ഫൈ ലീനിയർ ആണെന്ന് കാണിച്ചു. അപ്പം ഈ ഫൈ 1-1 ലീനിയറും ആണ്. ഈ രണ്ട് സ്പേസിന്റെ ഡയമെൻഷൻ എം എൻ ആണ്. രണ്ട് സ്പേസിന്റെ ഡയമെൻഷൻ സെയിം ആണ്. ഈ മാപ്പിംഗ് ലീനിയറും 1-1 ആണെങ്കിൽ ആ മാപ്പിംഗ് ഇൻവേർട്ടിബിൾ ആയിരിക്കും, നോൺ സിംഗുലർ ആയിരിക്കും, എല്ലാം നമുക്കൊരു റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ റിസൾട്ട് ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞു ഈ മാപ്പിംഗ് ഇൻവേർട്ടിബിൾ ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി ബൈജക്ഷൻ. 1-1 1-2 ആണ്, അപ്പം ബൈജക്ഷൻ ആണ്. ബൈജക്ഷൻ ആകുമ്പോൾ എന്താ കിട്ടുക? ഈ രണ്ട് സ്പേസും ഐസോമോർഫിക് ആണെന്ന് കിട്ടി. നമുക്കൊരു ഈ ഫൈ ഒരു ഐസോമോർഫിസമായി മാറി. ഇതായിരുന്നു നമ്മൾ ആദ്യം ചെയ്തത്. പിന്നീട് നമ്മളിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു ടി വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു.
പിന്നെ നമ്മൾ 3 സ്പേസ് എടുത്തു. 3 സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മൾ യു വി ഡബ്ല്യു എടുത്തു. യു വി വി യു യു അല്ല എടുത്തല്ലേ, വി വി ഡബ്ല്യു സെഡ് എടുത്തല്ലേ, വി എടുത്തു, ഡബ്ല്യു എടുത്തു, ഇസഡ് എടുത്തു. 3 സ്പേസ് എടുത്തു. വി ഡബ്ല്യു ഇസഡ്. വിന്ന് ഡബ്ല്യുക്ക് ടിയും ഡബ്ല്യുന്ന് സെഡിലേക്ക് നമ്മൾ യു എടുത്തു. അപ്പോൾ യു ടി എന്ന കോമ്പോസിഷൻ ഓപ്പറേറ്റർ ഫ്രം വി ടു സെഡ് ആയിരിക്കും. ഇതിന്റെ ബേസിസ് ബീറ്റ, ഇതിന്റെ ബേസിസ് ബീറ്റ ഡാഷ്, ഇതിന്റെ ബേസിസ് ബീറ്റ ഡബിൾ ഡാഷ്. പിന്നെ നമ്മൾ എന്താ കാണിച്ചു വെച്ചാൽ യു ടിനെ പറ്റി പറഞ്ഞു. യു ടിന്റെ മെട്രിക്സ് എന്താ? അപ്പോൾ യു ടിന്റെ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ വിന്ന് സെഡിലേക്കാണ്. അപ്പോൾ യു ടിന്റെ മെട്രിക്സ് റിലേറ്റഡ് ടു ഏതാ പറയാ നമ്മൾ? മെട്രിക്സ് റിലേറ്റീവ് ടു ബേസിസ് ബീറ്റ ആൻഡ് ബീറ്റ ഡാഷ്, ബീറ്റ ഡബിൾ ഡാഷ്, ബീറ്റ ആൻഡ് ബീറ്റ ഡബിൾ ഡാഷ്. അതെന്താന്ന് നമുക്കറിയണം. അപ്പോൾ അതിന് നമുക്ക് സിമ്പിളായിട്ട് പ്രൂഫ് നമ്മൾ എന്താ കാണിച്ചു? നമ്മൾ കാണിച്ചു യു ടി അത് ടീന്റെ മെട്രിക്സ്, ടീന്റെ മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ആൻഡ് ബീറ്റ ഡാഷ് എയും യുവിന്റെ മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ് ആൻഡ് ബീറ്റ ഡബിൾ ഡാഷ് ബിയും ആണെങ്കിൽ യു ടിന്റെ മെട്രിക്സ് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ആൻഡ് ബീറ്റ ഡബിൾ ഡാഷ് എന്തായിരിക്കും? സി ആയിരിക്കും. വേറെ സി വേറെ ഒന്നല്ല, സി ബി ഇൻറ്റു എ ആയിരിക്കും. ഇതായിരിക്കും ആ മെട്രിക്സ്. അപ്പോൾ നിങ്ങൾക്ക് 2 ട്രാൻസ്ലേഷൻ തന്നു, ടിയും T1 T2 തന്നിട്ട് T1 കോമ്പോസിഷൻ T2ന്റെ മെട്രിക്സ് കാണാൻ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് T1 T2ന്റെ മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ 2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ രണ്ടാമത് കാണിച്ചു. ഇനി ഈ ഒരു കോമ്പോസിഷൻ ഓപ്പറേഷൻ നമ്മൾ വെൽ ഡിഫൈൻ ചെയ്തെടുത്തതിനെ കൊണ്ട് നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ഇൻവേർട്ടിബിലിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് നമ്മൾ മൂന്നാമത്തെ ആ ഇൻവേർട്ടിബിൾ ഇതിലേക്ക് കടന്നത്. അതായത് ഇവിടെ നമ്മൾ ഓൾറെഡി കാണിച്ചു, ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ യു ടി മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എന്ന് പറഞ്ഞാൽ യുവിന്റെ മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഇൻറ്റു ടിന്റെ മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ആയിരിക്കും കാണിച്ചു. അപ്പോൾ ഇവിടെ 3 സ്പേസ് ഉണ്ടായിരുന്നു. അടുത്ത കേസിൽ നമ്മൾ 3ഉം സെയിം ആക്കി എടുത്തു, വിയും ഡബ്ല്യു സെഡും സെയിം ആക്കി എടുത്ത് ഒറ്റ ബേസിസ് ഫിക്സ് ചെയ്തു. എന്നിട്ട് ആ സെയിം റിസൾട്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുക യു ടി ബി ഈസ് ഈക്വൽ ടു യു ബീറ്റ ഇൻറ്റു ടി ബീറ്റ. അതായത് നമ്മൾ ആ വേണ്ട സി എന്ന മെട്രിക്സ് പറഞ്ഞാൽ ബി ഇൻറ്റു എ. ഇങ്ങനെ ഇതിൻ്റെ അകത്ത് നമ്മൾ പിന്നെ പറഞ്ഞത് യു ടി ഒരു ഇൻവേർട്ടബിൾ മാപ്പ് ആണെങ്കിൽ ഒബിയസ്ലി നിങ്ങൾക്ക് അറിയാം യു ടി ഈക്വൽ ടു ടി ഐ ഈക്വൽ ടു ഐ ആയിട്ടുള്ള ഒരു യു നിങ്ങൾക്ക് കിട്ടും. സോറി, യു ടി ഈക്വൽ ടു ടി, യു ടി ഈക്വൽ ടു ടി യു ഈക്വൽ ടു ഐ എന്ന് ഒരു ടി കിട്ടും. പിന്നെ ഇങ്ങനത്തെ ലിയർ ഇങ്ങനത്തെ ലിയർ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്. യു ടി ഒരു ലിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്, ടി യു ലിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്, ആൻഡ് ബോത്ത് ആർ ഈക്വൽ ടു ഐ. എങ്കിൽ അവരുടെ മെട്രിക്സും സെയിം ആയിരിക്കും എന്ന് കാണിച്ചു. അത് ഒബിയസ്ലി 2 ട്രാൻസ്ഫോർമേഷൻ സെയിം ആണ്, അതിന്റെ മെട്രിക്സ് ടു ബീറ്റും സെയിം ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് ഓൾറെഡി ഈക്വൽ ടു ഐ. എന്നിട്ട് നമ്മൾ കാണിച്ചു ഇത് നമുക്ക് പ്രീവിയസ് റിസൾട്ടിൽ നിന്ന് യു ബീറ്റ ഇൻറ്റു പി ബീറ്റ എന്ന് കിട്ടി, ഈക്വൽ ടു പി ബീറ്റ ഇൻറ്റു യു ബീറ്റ ഈക്വൽ ടു ഐ എന്ന് കിട്ടും. അപ്പോൾ ഇതൊക്കെ മെട്രിക്സസ് ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക വെച്ചാൽ യു ബീറ്റ എന്ന് പറയുന്നത് പി ബീറ്റന്റെ ഇൻവേഴ്സ് ആണ്. അപ്പം ഇവിടെ യു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളെ ടീന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയിരുന്നു. അതായത് ടി ഇൻവേർട്ടബിൾ ആണ്, നമുക്കൊരു ഫംഗ്ഷൻ വേണം യു, ഇതിൻ്റെ ഫോർ വിച്ച് ടു യു ടി ഈസ് ഈക്വൽ ടു യു ഈക്വൽ ടു ഐ. അപ്പം യു പറഞ്ഞാൽ ടി ഇൻവേഴ്സ് ആണ്. അപ്പോൾ ടി ഇൻവേഴ്സ് ഓഫ് ബീറ്റ എന്ന് പറഞ്ഞാൽ ടി ബീറ്റ ഹോൾ ഇൻവേഴ്സ് ആണ്. അപ്പം നമ്മൾ ഈ ഒരു കോമ്പോസിഷൻ ഓപ്പറേഷൻ്റെ ആ തിയറി വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് വന്നു. ഇതിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ എന്താ വെച്ചാൽ നമുക്ക് ഇത് കിട്ടി. ഇത് നമുക്ക് വേണ്ട കാര്യം. അതായത് ടി ഇൻവേഴ്സ് എന്ന ടി ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ടി ഇൻവേഴ്സിന്റെ മെട്രിക്സ് പറഞ്ഞാൽ ടീന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ കണ്ടിട്ട് ആ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാം. ഒരു മെട്രിക്സ് ഇൻവേഴ്സ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് നമ്മൾ ആ റിസൾട്ട് പറഞ്ഞത്. ഓക്കെ, ഇനിയിപ്പം ഈ ഒരു സെക്ഷനിൽ വരുന്ന ഒരു ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ ഒരു കാര്യം കൂടി പറയുന്നുള്ളൂ. അതിപ്പോൾ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ അങ്ങനെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഷാരൻ എന്നോട് ചോദിച്ചില്ല അത്. ഇപ്പം നമ്മളൊരു മെട്രിക്സ് ടി എടുത്തു, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ലീനിയർ ഓപ്പറേറ്റർ എടുത്തു. നമുക്ക് ടി ഫ്രം വി ടു വി ലീനിയർ ഓപ്പറേറ്റർ എടുത്തു എങ്കിൽ ഒരു ബീറ്റ എടുത്തു കഴിഞ്ഞാൽ, ഒരു ബീറ്റ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി ബീറ്റ കാണാൻ അറിയാം അല്ലേ? നമുക്ക് ടി ബീറ്റ കാണാൻ അറിയോ?
എങ്ങനെ ടി ബീറ്റ കാണാം? ബീറ്റ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ആണ് എങ്കിൽ ടി ബീറ്റ എങ്ങനെ കാണാം? ടി ബീറ്റ T of alpha എങ്ങനെ? 1. ടി ഓഫ് ആൽഫ 1 ടി ഓഫ് ആൽഫ 2 എക്സെട്ര ടി ഓഫ് ആൽഫ n കാണും. എന്നിട്ട് എന്നിട്ടത് കോളം മെട്രിക്സ് ആയി എഴുതും. കോളം മെട്രിക്സ് ആയിട്ട് എങ്ങനെ കോളം മെട്രിക്സ് ആയിട്ട്? എങ്ങനെയാ നമ്മളിതിനെ എക്സാമ്പിൾ ചെയ്യേണ്ടായിരുന്നല്ലോ? നമ്മളിതിനെ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ? ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തല്ലോ. ഇവിടെ എന്ത് നമ്മൾ ഡിഫറൻസ്. അതെ. എന്താ ചെയ്യാ പറയും? നമ്മൾ ഈ ടി ആൽഫ 1 എന്ന് കിട്ടിയ ആ വെക്ടറിനെ നമ്മൾ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ ഇതേ ബേസിസിന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യും അല്ലേ? അതായത് സം C1 ഇൻറ്റു ആൽഫ 1 C1 എഴുതുന്നതിന് പകരം നമ്മൾ എടുക്കുന്ന കുറച്ച് കോൺസ്റ്റൻസ് ആണ്. A11 കുറച്ച് സ്പെസിഫിക് ആയിട്ട് കുറച്ച് പേരാണ് എടുക്കുന്നത്. A11 ഇവിടെ എന്താ വരിക? A12 അല്ലേ? A21 അല്ലേ? അതാ പറഞ്ഞ മാറിപ്പോരുത്. M1 കോളം വൈസ് ആണ്. ഇവിടെ M1 ആണോ വരിക N1 ആണോ വരിക? M1 തന്നെ. M ആണോ വരിക അതോ N തന്നെയാണോ വരിക? എപ്പോഴാ M വരിക? V ടു W ഡിഫൈൻ ചെയ്യുമ്പോൾ V n ഡയമെൻഷനും W m ഡയമെൻഷനും ആകുമ്പോൾ അപ്പോഴാണ് ശരിക്കും ഇവിടെ M വന്നത്. കാരണം എന്താ? ഇവിടെ നമ്മൾ ആദ്യം ഒരു ബീറ്റയെ ഒരു ബീറ്റ ഡാഷ് എടുത്തു അല്ലേ? എന്നിട്ട് ഇവിടെ ഉള്ള ഈ ബീറ്റ പറഞ്ഞാൽ ശരിക്കും ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എന്നും ബീറ്റ ഡാഷ് നമ്മൾ ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ എം എടുത്തു. എന്നിട്ട് നമ്മൾ ടി ആൽഫ 1 നമ്മൾ ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ എമ്മിന്റെ ഒരു കോമ്പിനേഷൻ ആക്കി എഴുതി. അവിടെയാണ് A11 A21 എക്സെട്ര പ്ലസ് AM1 വരിക. കാരണം എന്താ? ഇവിടെ M വെക്ടേഴ്സ് അല്ലേ ഉള്ളത്. അപ്പൊ AM1 ML ഉണ്ടാവുള്ളൂ. A11 A21 എക്സെട്ര AM1 അല്ലേ ഉണ്ടാവുള്ളൂ. M എലിമെന്റ്സ് അല്ലേ ഉണ്ടാവുള്ളൂ. M സ്കേലേഴ്സ് അല്ലേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ബേസിസ് എന്ന ഒറ്റ ബേസ് ഉള്ളൂ, ബീറ്റ തന്നെയാണ്. നമ്മൾ ബീറ്റയിലെ എലിമെന്റ്സിന്റെ ഇമേജ് ബീറ്റയുടെ ടേംസ് തന്നെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ എത്ര എലിമെന്റ്സ് ഉണ്ട്? ആകെ N എലിമെന്റ്സ് ഉള്ളൂ. അപ്പൊ M ഒരു വരില്ല, ഇവിടെ N അല്ലേ വരുള്ളൂ അല്ലേ? ഇൻഡെക്സിങ് ശരിയല്ലേ? ഓക്കെ, സോ ഹിയർ ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ മെട്രിക്സ് കണ്ടുപിടിക്കും അല്ലേ? ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം വിട്ടുപോയി. ഓക്കെ, നമ്മൾ മെട്രിക്സ് കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് മെട്രിക്സ് കിട്ടും. ഓക്കെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. ഇതിപ്പം വിത്ത് റെസ്പെക്ട് ടു ഒരു ബീറ്റ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മെട്രിക്സ് കിട്ടി, ഒരു എ മെട്രിക്സ് കിട്ടുന്നുണ്ട്. ഈ കോഫിഷ്യൻസ് ഒക്കെ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു എ മെട്രിക്സ് കിട്ടും ഇവിടെ. ഇനി ഞാൻ ബീറ്റ മാറ്റി ഞാൻ ബീറ്റ ഡാഷ് എടുത്ത് വിചാരിക്കുക, വേറൊരു ബീറ്റ എടുക്കുക. സപ്പോസ് ഞാൻ ആൽഫ 1 ഡാഷ് ആൽഫ 2 ഡാഷ് എക്സെട്ര ആൽഫ n ഡാഷ് എന്ന് പറഞ്ഞാൽ വേറൊരു ബേസിസ് എടുത്തു. രണ്ട് ബേസിലെ എലിമെന്റ്സ് എണ്ണം സെയിം ആയിരിക്കണം അല്ലേ? n ആയിരിക്കണം അല്ലേ? ഒരു ബേസിൽ n എലിമെന്റ്സ് ആണെങ്കിൽ അടുത്ത ബേസിൽ n എലിമെന്റ്സ് ഉണ്ടാവുള്ളൂ അല്ലേ? അതെ. അങ്ങനെ അല്ലാത്തൊരു കേസ് എക്സാമ്പിൾ ആയി പറയാൻ പറ്റുമോ? അങ്ങനെ അല്ലാത്തൊരു കേസ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുമോ? ഒരു വെക്ടർ സ്പേസ് രണ്ട് ബേസസ് ഉണ്ട്. ഒന്നില് ഫോർ എക്സാമ്പിൾ യു ഗിവ് മി ആൻ എക്സാമ്പിൾ ഫോർ എ കേസ് വേർ വിന്റെ രണ്ട് ബേസ് എടുക്കണം. വിന്റെ രണ്ട് ബേസ് കാണിക്കണം. ഒന്നില് 5 എലിമെന്റ്സ് ഉണ്ടാവണം, ഒന്നില് 4 എലിമെന്റ്സ് ഉണ്ടാവണം. അങ്ങനത്തെ രണ്ട് ബേസ് പറയാൻ പറ്റുമോ? ഏതെങ്കിലും വി. നമുക്ക് പറയാൻ പറ്റുമോ?
പോസിബിൾ ആണോ അങ്ങനെ? അത് പോസിബിൾ ആണോ? അത് പോസിബിൾ ആണോ അല്ലയോ? ഏതൊരു വെക്ടർ സ്പേസ് എടുത്താലും അതിന്റെ ബേസിസ് ഒരുപാടെണ്ണം ഉണ്ടാവും, പക്ഷെ അതിലുള്ള ബേസിസിൽ എലിമെന്റ്സിന്റെ എണ്ണം സെയിം ആയിരിക്കും. ഓക്കെ, സെയിം ആയിരിക്കും. അത് സെയിം ആയിരിക്കും. അതിൽ ഒന്നില് 3 ഒന്നില് 4 അങ്ങനത്തെ കേസ് ഒരിക്കലും വരില്ല. അപ്പോൾ ഒന്നില് നമ്മൾ എലിമെന്റ്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഏതിന് അടുത്ത സെറ്റ്, അതിലിപ്പോൾ ഒരു എക്സ്ട്രാ എലിമെന്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും ആ സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് ആണ്, അപ്പോൾ ഒരിക്കലും ബേസ് ആയി മാറില്ല. അതുപോലെ ഒരു എലിമെന്റ് ഒരു ബേസ് നിങ്ങൾ എടുത്തു, അടുത്ത ബേസ് നിങ്ങൾ ആൽഫ n-1 വരെ എടുത്തു, ഒരു എലിമെന്റ് ഒഴിവാക്കി എടുത്തു, അപ്പോൾ അതും ഒരിക്കലും ബേസിസ് ആവില്ല. കാരണം എന്താ? കാരണം അത് സ്പാൻ ചെയ്യുന്ന സ്പേസ് പറഞ്ഞാൽ ഫുൾ വെക്ടർസ് ഒരിക്കലും കിട്ടില്ല. കാരണം ഇത് സ്പാൻ ചെയ്യുന്ന സ്പേസ് ഒരിക്കലും ആൽഫ n ഉണ്ടാവില്ല. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് n-1 നമ്പർ ഓഫ് എലിമെന്റ്സ് ഉള്ള ഒരു സെറ്റ് എടുത്തിട്ട് നിങ്ങൾ ബേസിസ് ആക്കി അത് ബേസിസ് ആവില്ല. ഓക്കെ, ഇസ് ഇറ്റ് ഓക്കെ? സോ ഇപ്പോൾ നമ്മൾ ഡിസ്കഷൻ ആവുന്നല്ല, നമ്മളിപ്പോൾ ഇവിടെ എത്തി, ഇങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ബീറ്റ ഇങ്ങനെ എടുത്തു, നമുക്കൊരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റി, ഒരു എ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റി. വേറൊരു ബീറ്റ ഡാഷ് എടുത്തു, അപ്പോൾ നമുക്ക് വേറൊരു മെട്രിക്സ് കിട്ടും, ടി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? കാരണം അത് ഒരു ചോദ്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സംഭവം ഡിഫൈൻ ചെയ്ത് കാണിച്ചു. ഓക്കെ, നമ്മൾ സംഭവം ഡിഫൈൻ ചെയ്തു, അപ്പോൾ വേറൊരു ബീറ്റ് എടുത്ത് വേറൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ ഇങ്ങനെ സാധനം ഡിഫൈൻ ചെയ്ത് യാതൊരു മീനിങ്ങും ഇല്ല. ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ട് പഠിക്കേണ്ട അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇതന്നെ. അപ്പോൾ കാരണം ഒരുപാട് ബേസിസ് ഒരു വെക്ടർ സ്പേസിന് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ വിത്ത് റെസ്പെക്ട് ഓരോ ബേസിസും നിങ്ങൾക്ക് ഡിഫറെന്റ് മെട്രിക്സ് കിട്ടുന്നുണ്ട്, അവർ തമ്മിൽ യാതൊരു റിലേഷനും ഇല്ലെങ്കിൽ അതിൽ മീനിങ് ഇല്ലല്ലോ. പക്ഷെ അത് അങ്ങനെയല്ല. നിങ്ങൾ വേറൊരു ബേസ് ബീറ്റ ഡാഷ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒരു സംഭവം പ്രൂവ് ചെയ്യാൻ പറ്റും. അത് വേറെ ഒന്നുമല്ല, ഈ രണ്ട് മെട്രിക്സും സിമിലർ ആയിരിക്കും. അതായത് ടി ബീറ്റ ഡാഷ് എന്ന് കിട്ടുന്ന നമുക്ക് ഒരു മെട്രിക്സ് കിട്ടുമല്ലോ, ആ മെട്രിക്സ് പറഞ്ഞാൽ ടി ബീറ്റ എന്ന മെട്രിക്സോട് സിമിലർ ആയിരിക്കും. എന്താ സിമിലാരിറ്റി പറഞ്ഞാൽ എന്താ പറയാ? എപ്പോഴാണ് രണ്ട് മെട്രിക്സ് സിമിലർ ആണെന്ന് പറയാം? ഒരു നോൺ സിംഗുലർ മെട്രിക്സ് പി സംതിങ് എക്സിസ്റ്റ് ഫോർ വിച്ച് പി ഇൻവേഴ്സ് ടി ബീറ്റ പി എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് മെട്രിക്സും ഇതും അതായത് ടി ബീറ്റ ഡാഷും ടി ബീറ്റയും സിമിലർ ആണെന്ന് പറയാം. Two matrices are said to be similar if there exists a non-singular matrix P such that P inverse, അല്ലേ, B യും A plus similar എന്ന് പറയാം. B is similar to A if B there exists some P such that P inverse AP എന്ന് പറഞ്ഞാൽ B ആയിരിക്കണം. അങ്ങനത്തെ ഒരു മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം B യും A യും സിമിലർ ആണ്. ഈ രണ്ട് മെട്രിക്സ് സിമിലർ ആണെങ്കിൽ അവരുടെ റാങ്ക് സെയിം ആയിരിക്കും, നള്ളിറ്റി സെയിം ആയിരിക്കും, അവരെ എന്താ പറയാ, ഇതൊക്കെ മെട്രിക്സ് തിയറിയിലെ കോൺസെപ്റ്റ്സ് ആണ്. അതിന്റെ ഐഗൻ വാല്യൂസ് സെയിം ആയിരിക്കും, ഐഗൻ വെക്ടേഴ്സ് സെയിം ആയിരിക്കില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം നമ്മളെ കണ്ടെക്സ്റ്റിൽ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടി എന്ന ലീനിയർ ഓപ്പറേറ്ററിന്റെ ടി എന്ന വിന്ന് വിയിലേക്കുള്ള ലീനിയർ ഓപ്പറേറ്ററിന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഒരു മെട്രിക്സ് നമുക്ക് കിട്ടി, ടി ബീറ്റ. എങ്കിൽ നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു വേറൊരു ബേസിസ് ബീറ്റ ഡാഷ്, ഒരു ടി ബീറ്റ ഡാഷ് കിട്ടിയാൽ ഇവർ തമ്മിൽ എന്താ റിലേഷൻ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതും കൂടിയേ ഉള്ളൂ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്കാണ് നമ്മൾ ഡിസ്കഷൻ പോകുന്നത്. അപ്പോൾ ഇത് എന്താ ആ റിലേഷൻ നമുക്ക് നോക്കാം. അത് ചെറിയൊരു പ്രൂഫാണ്. സോ ലെറ്റ് ടി ഫ്രം വി ടു ബി എ ലീനിയർ ഓപ്പറേറ്റർ വിത്ത് ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു n ആൻഡ് ഒരു രണ്ട് ബേസ് നമ്മൾ എടുക്കുകയാണ്, ബീറ്റയും ബീറ്റ ഡാഷും. അങ്ങനെയെങ്കിൽ രണ്ട് ഓർഡർ ബേസ് ആണ്, ഒബ്വിയസ്ലി ഓർഡർ ബേസ് ആണ്. ഹൗ ആർ ടി ബീറ്റ ആൻഡ് ടി ബീറ്റ ഡാഷ് റിലേറ്റഡ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ പണ്ട് ഒരു സംഭവം പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ചാപ്റ്ററിൽ, ഈ ചാപ്റ്ററിലുള്ള ഈ ട്രാൻസ്ഫോർമേഷൻസ് എല്ലാം അതിന് മുമ്പത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വി എന്ന വെക്ടർ സ്പേസ് എടുക്കുക, എന്നിട്ട് ഒരു ആൽഫ വി എന്ന് എടുത്താൽ ആൽഫേന്റെ കോർഡിനേറ്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ദ ബേസിസ് ബീറ്റ എന്ന് പറഞ്ഞാൽ സം പി ഇൻറ്റു ആൽഫന്റെ കോർഡിനേറ്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ് ആയിരിക്കും, വേർ ബീറ്റ ആൻഡ് ബീറ്റ ഡാഷ് ആർ ടു ഓർഡേർഡ് ബേസിസ് ഓഫ് വി. ഇത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഈ റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ വി ഹാവ് ഷോൺ ദാറ്റ് ആ പി മെട്രിക്സിന്റെ ഓരോ കോളംസ് എന്ന് പറഞ്ഞാൽ
ആൽഫ ജെ ഡാഷ് എന്ന അതായത് ആൽഫ ജെ ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ ഡാഷിലെ എലിമെന്റ്സ് ആണ് കേട്ടോ. അതായത് നമ്മൾ എടുത്തത് ബീറ്റ എന്ന് പറഞ്ഞാൽ ആൽഫ 1 ആൽഫ 2 സിക്ടർ ആൽഫ എൻ എടുത്തു. ബീറ്റ ഡാഷ് പറഞ്ഞാൽ ആൽഫ 1 ഡാഷ് ആൽഫ 2 ഡാഷ് സിക്ടർ ആൽഫ എൻ ഡാഷ് എടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ പിന്റെ മെട്രിക്സ്, ഈ പി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കുറച്ച് കോളംസ് ഉണ്ട് 1 2 സിക്ടർ n. അതിൽ പി ജെത്ത് കോളം എന്ന് പറഞ്ഞാൽ ആൽഫ ജെ ഡാഷ് എന്ന വെക്ടറിന്റെ കോർഡിനേറ്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ആണ്. അത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തിയറം നമ്പർ നമ്മൾ പണ്ട് ഡിസ്കസ് ചെയ്ത റിസൾട്ടാണ്. ഇറ്റ് ഈസ് കമ്മിങ് ഇൻ ഇറ്റ് ഈസ് തിയറം പേജ് നമ്പർ 50. അത് കോർഡിനേറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, 2 ബേസ് വെച്ചിട്ട്. പേജ് നമ്പർ 52 തിയറം 7 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു റിസൾട്ടാണത്. ഓക്കെ, അപ്പം അത് ഹോൾഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടി ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ വി. 2 ബേസിസ് എടുക്കും, ബീറ്റ ഡാഷ്. അതേപോലെ അങ്ങനെയെങ്കിൽ ആൽഫ എന്ന വെക്ടറിന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ കോർഡിനേറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു കോർഡിനേറ്റ് വെക്ടർ ഓഫ് ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ് ആയിരിക്കും. പിന്നെ നമുക്ക് ആ പി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം പി ലീനിയർ ഓപ്പറേറ്റർ ആണ് ഇവിടെ. പി ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ. അപ്പോൾ തൊട്ടുമ്പോൾ നമ്മൾ വി ഹാവ് ഷോൺ ദാറ്റ് ഇഫ് ദീസ് കണ്ടീഷൻസ് ആർ ഹോൾഡിംഗ്, അതായത് ടി ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ ഫ്രം വി ടു വി ആൻഡ് ബീറ്റ ഈസ് ഇൻ ഓർഡർഡ് ബേസിസ് ആണെങ്കിൽ ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ റിസൾട്ട് ടി ആൽഫ എന്ന വെക്ടറിന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ കോർഡിനേറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ the matrix of T with respect to beta into the coordinate matrix of alpha with respect to beta. നമ്മളൊരു AX is equal to എന്താ നമ്മൾ എക്സ് ആൽഫേന്റെ കോർഡിനേറ്റ് വെക്ടർ ആണെങ്കിൽ AX പി ആൽഫേന്റെ കോർഡിനേറ്റ് വെക്ടർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു റിസൾട്ട് കഴിഞ്ഞ ക്ലാസ്സിലോ അതിന് മുമ്പത്തെ ക്ലാസ്സിലോ. അതാണത് ലീനിയർ ഓപ്പറേറ്ററിന്റെ കേസിൽ വരുന്ന റിസൾട്ടാണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പം ഇതില് അതെ, അപ്പൊ ഇത് ട്രൂ ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഓൾസോ വി ഹാവ് വിത്ത് us. സോ അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈ ടി ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ, അതായത് കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ടി ആൽഫ, ഇതൊരു വെക്ടർ ആണല്ലോ, ടി ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ ഒരു റിസൾട്ടിൽ നിന്ന് ആൽഫ ബീറ്റ നമുക്ക്, അതായത് ഈ ആൽഫ ബീറ്റ നമുക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം. അതായത് ആൽഫ ബീറ്റ അല്ല, ആൽഫയിൽ നിങ്ങൾ ടി ആൽഫ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൽഫയിൽ നിങ്ങൾ ടി ആൽഫ എടുക്കുകയാണെങ്കിൽ പി ഇൻറ്റു കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ടി ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ് ആണ്. അതായത് ഈ ലൈനാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ആൽഫ യു ടേക്ക് ടി ആൽഫ. നിങ്ങൾ ടി ആൽഫ എടുക്കുക. ടി ആൽഫ എന്ന് പറഞ്ഞാൽ വേറൊരു വെക്ടർ ആണ്. എവിടെയുള്ള വെക്ടർ? വി തന്നെയുള്ള വെക്ടർ ആണ്. കാരണം ടി എന്താ? ടി ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. ടി ഫ്രം വി ടു വി ആണ്. അപ്പം ടി ആൽഫന്റെ കോർഡിനേറ്റ് മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ടി ആൽഫ, അതായത് ആൽഫയ്ക്ക് പകരം ടി ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ് ആണ്. ഫൈൻ. ഇനി ഇതിൽ നിന്ന് ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുക, ഇനി ഇതിനെ റീപ്ലേസ് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? നമുക്ക് ടി ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാൽ ഈ ടി ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഇങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. This you can replace as this. So you get something like T matrix of T with respect to beta into coordinate matrix of alpha with respect to beta is equal to P into the coordinate matrix of T alpha with respect to beta dash net. ഇനി നമ്മൾ ഇത് ഉപയോഗിക്കാം. ഈ റിസൾട്ട് നമ്മൾ ഒന്നുകൂടി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ അതായത് ഈ ആൽഫ ബീറ്റ നമ്മൾ പി ആൽഫ ബീറ്റ ഡാഷ് റീപ്ലേസ് ചെയ്യും. റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് സെയിം. ആർ എസ് എസ് നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. എങ്കിൽ പി ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. നമ്മൾ ഇവിടെ ഈ കൺസ്ട്രക്ഷൻ പറയുമ്പോൾ തന്നെ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഈ പി ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. അപ്പോൾ ഓബിയസ്ലി പി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും.
അന്ന് നമ്മൾ പിന്റെ ഇൻവേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, ക്യൂ മെട്രിക്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ ഉണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്, പ്രൂഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ രണ്ട് ഭാഗത്തും ഞാൻ ലെഫ്റ്റ് സൈഡിൽ പി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എനിക്ക് എന്താ കിട്ടുക, പി ഇൻവേഴ്സ്, അതായത് ഇവിടെ ഒരു പി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഹിയർ ഒരു പി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അതുപോലെ ഇവിടെയും ഒരു പി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം ഇതാ വരിക, അതായത് പി ഇൻവേഴ്സ് ഇൻറ്റു ടി ബീറ്റ പി ആൽഫ ബീറ്റ ഡാഷ് ഇക്വൾ ടു ടി ആൽഫ ബീറ്റ ഡാഷ്. ഇനി നമുക്ക് അതിൽ എന്താ കിട്ടുക വെച്ചാൽ ഈ ടി ആൽഫ ബീറ്റ ഡാഷ് പറഞ്ഞാൽ എന്താണ്, ടി ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എന്ന് പറഞ്ഞാൽ ടി ബീറ്റ ഇൻറ്റു ആൽഫ ബീറ്റയാണ്. അപ്പം ടി ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ ടി ബീറ്റ ഡാഷ് ഇൻറ്റു ആൽഫ ബീറ്റ ഡാഷ് ആയിരിക്കും. അപ്പം ഇത് കിട്ടും, അത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം നമുക്ക് എന്താ കിട്ടുക, സം മെട്രിക്സ് എ ഇൻറ്റു ആൽഫ ബീറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു ടി ബീറ്റ ഡാഷ് ഇൻറ്റു അത് സം മെട്രിക്സ് ഇൻറ്റു സെയിം ആൽഫ ബീറ്റ ഡാഷ്. ഓക്കെ, സംതിങ് ലൈക്ക് എ ബി ഈക്വൽ ടു പി ബി ഫോം. അത് നമുക്ക് എന്ത് കിട്ടും, ദിസ് വിൽ ബി ഈക്വൽ ടു ദിസ് എന്ന് കിട്ടും. അതായത് പി ഇൻവേഴ്സ് ടി ബീറ്റ പി വിൽ ബി ഈക്വൽ ടു ടി ബീറ്റ ഡാഷ് എന്ന് കിട്ടും. അതായത് ടി ബീറ്റ ഡാഷ് മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിമിലർ ടു ദ മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ. കാരണം നമുക്കൊരു മെട്രിക്സ് കിട്ടി, പി എന്നൊരു മെട്രിക്സ് കിട്ടി, ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് കിട്ടി, ഫോർ വിച്ച് പി ഇൻവേഴ്സ് ടി ബീറ്റ പി എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ഓഫ് ടി ബീറ്റ ഡാഷ് ആണ്. അപ്പം ഇങ്ങനത്തെ ഒരു പി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കാണിച്ചു. ആ പി എവിടുന്നാ വന്നത്, ആ പി വേറെ എവിടെ നിന്ന് വന്നതല്ല, ആ പി ഈ പി ആയിരുന്നു. നിങ്ങൾ ഈ എടുത്ത സെയിം റിസൾട്ടിലുള്ള ബീറ്റേന്റെയും ബീറ്റ ഡാഷിന്റെ വിത്ത് റെസ്പെക്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പി ആണ്, ഈ പി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ പി തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട പി. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു പ്രോബ്ലം കിട്ടിയാലും, നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയൊരു ഇതിലൊരു പ്രോബ്ലമാറ്റിക് മൈൻഡിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം വി ടു വി എടുത്തിട്ട് രണ്ട് ബേസിസ് എടുത്തു, ഒരു ബീറ്റയും ബീറ്റ ഡാഷും. ടീന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ നിങ്ങൾക്ക് ഒരു മെട്രിക്സ് കാണാൻ പറ്റും, ടീന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ് ഒരു മെട്രിക്സ് കാണാൻ പറ്റും. അപ്പം ഈ രണ്ട് മെട്രിക്സും സിമിലർ ആണെന്ന് കാണിക്കാൻ ശരിക്കും നമുക്ക് ഏതെങ്കിലും ഒരു നോൺ സിംഗുലർ മെട്രിക്സ് കാണിച്ചാൽ മതി. ഒരു രണ്ട് മെട്രിക്സ് സിമിലർ ആണെന്ന് കാണിക്കാൻ you just have to show that if B and A are similar, we just have to show that there exists some P for which P inverse AP is equal to B. രണ്ട് മെട്രിക്സ് സിമിലർ ആണെന്ന് കാണിക്കാൻ ഇങ്ങനത്തെ ഒരു എക്സിസ്റ്റൻസ് കാണിച്ചാൽ മതി, ഇങ്ങനെ ആളുണ്ട് എന്ന് കാണിച്ചാൽ മതി. ഒരു മെട്രിക്സ്, ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ഉണ്ട് ഫോർ വിച്ച് പി ഇൻവേഴ്സ് എ പി നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ബി കിട്ടുമെന്ന് കാണിച്ചാൽ മതി. അപ്പൊ ആ എക്സിസ്റ്റൻസ് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, എവിടുന്നാണ് ആ പി വരുന്നത് കൂടി നമ്മളോട് പറയുന്നത്. നമ്മൾ പ്രൂവ് ചെയ്യുന്നത് വെച്ചാൽ ടി ബീറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ പി ഇൻവേഴ്സ് ടി ബീറ്റ ഇൻറ്റു പി ആണ്. വേർ പി എന്ന് പറഞ്ഞാൽ എന്താണ്, പി നമുക്ക് എവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഈ എടുത്ത ബീറ്റയും ബീറ്റ ഡാഷിനും വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് നമുക്ക് ഇതുപോലെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ അന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് പ്രൂവ് ആയതിനെക്കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊരു പി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സെയിം പി ആണ് ഇവിടെ വർക്ക് ചെയ്യുക, അങ്ങനത്തെ ഒരു പി ഇവിടെ വർക്ക് ചെയ്യും. അപ്പോൾ ഒബിയസ്ലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എന്താണ്, ഈ രണ്ട് മെട്രിക്സും സിമിലർ ആണ്. അത് ടി ബീറ്റയും ടി ബീറ്റ ഡാഷും രണ്ടും സിമിലർ ആണ് പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേക്ക് അവേ. അത് നിങ്ങൾക്ക് മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്, ഈ രണ്ട് മെട്രിക്സ് എപ്പോഴും സിമിലർ ആയിരിക്കും. ഇനി അപ്പം അതൊരു റിസൾട്ടാണ്, ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്ത സംഭവം റിസൾട്ടാണ്. ആ റിസൾട്ട് ഞാനൊന്ന് പറയാം, കഴിഞ്ഞിട്ടില്ല റിസൾട്ട്, കുറച്ചും കൂടി പറയാനുണ്ട്. ആ റിസൾട്ട് ഇതാണ് റിസൾട്ട്. അതായത് ലെറ്റ് വി ബി എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഓവർ എഫ് ആൻഡ് ബീറ്റ ഡാഷ് ബി ഓർഡേർഡ് ബേസിസ് ഓഫ് വി, ആൻഡ് സപ്പോസ് ടി is a linear operator on V, and if P is this matrix P1 etc. Pn is n by n matrix with columns Pj is equal to alpha j dash and the coordinate matrix with respect to beta. അങ്ങനെയെങ്കിൽ ടി ബീറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ പി ഇൻവേഴ്സ് ഇൻറ്റു ടി ബീറ്റ ഇൻറ്റു പി ആയിരിക്കും. ഇതാണ് റിസൾട്ട് പറയുന്നത്. പക്ഷേ ആ റിസൾട്ടിൻ്റെ ഒരു ഭാഗം കൂടി ഉണ്ട്. അതായത് ഇതാണ് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത പോർഷൻ. ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത ഇത്രയും ഭാഗമാണ് പ്രൂവ് ചെയ്തത്. ഇതിൽ ചെറിയൊരു പോർഷൻ കൂടി റിസൾട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ എടുത്ത യു ഉണ്ടല്ലോ, ഇപ്പൊ ആ യു ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആയിരുന്നെങ്കിൽ, ഇൻവേർട്ടിബിൾ ഓപ്പറേറ്റർ ആയിരുന്നെങ്കിൽ, if u is an invertible operator defined by u alpha j is equal to alpha j dash, എങ്കിൽ
ടി ബീറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ യുവിന്റെ അതായത് ടി ഐ മീൻ എങ്കിൽ പി എന്ന് പറഞ്ഞാൽ യു ബീറ്റ ആയിരിക്കും എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അതൊരു കാണിച്ചാൽ നമുക്ക് ഈ റിസൾട്ട് കംപ്ലീറ്റ് ആവും. ഇത്രയേ ഉള്ളൂ. ഈ ഒരു സംഭവം കൂടാണ്ട് നമ്മൾ എക്സ്ട്രാ പറയുന്ന കാര്യം വെച്ചാൽ ഈ ടി ഒരു ഒരു മീൻസ് ഒന്നെങ്കിൽ ഈ ടി ലീനിയർ ഓപ്പറേറ്റർ ആക്കി എടുത്ത് പറയാം, അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി പറയാം. ഇപ്പൊ ഇവിടെ ഡിഫൈൻ ചെയ്ത യു ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ, സോറി യു ഒരു ഇൻവേർട്ടബിൾ ഓപ്പറേറ്റർ ആണെങ്കിൽ വിച്ച് മാപ്സ് ആൽഫ ജെസ് ഓൺ ടു ആൽഫ ജെ ഡാഷ്. അങ്ങനെയെങ്കിൽ പി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, യുവിന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ മെട്രിക്സ് ആയിരിക്കും, റിലേറ്റീവ് ടു മെട്രിക്സ് റിലേറ്റീവ് ടു ദ ബേസിസ് ബീറ്റ ആയിരിക്കും. അപ്പം അതിന്റെ പ്രൂഫ് എങ്ങനെയാ പറയുന്നത് വെച്ചാൽ അത് ചെറിയൊരു പ്രൂഫാണ്. ബീറ്റ എന്ന് പറഞ്ഞ ബേസിസ് നമ്മൾ എടുക്കുന്നത് ആൽഫ 1 ആൽഫ 2 സിക്ര ആൽഫ എൻ എന്നും, ബീറ്റ ഡാഷ് എന്ന ബേസിസ് നമ്മൾ എടുക്കുന്നത് ആൽഫ 1 ഡാഷ് ആൽഫ 2 ഡാഷ് സിക്ര ആൽഫ എൻ ഡാഷ് ആണ്. അങ്ങനെയാണെങ്കിൽ there exists a unique linear operator u which carries beta onto beta dash, അതായത് such that u alpha j is equal to alpha j dash. u alpha j equal to alpha j dash കിട്ടുന്ന ഒരു യുണീക്ക് യു എ ഉണ്ടാവുള്ളൂ. അതെന്തുകൊണ്ടാ? അതായത് നമ്മളൊരു വെക്ടർ സ്പേസ് എടുത്തു, ഓക്കെ, വി എടുത്തു, ഓക്കെ, വിന്റെ രണ്ട് ബേസ് എടുത്തു, ബീറ്റയും ബീറ്റ ഡാഷും. എങ്കിൽ ബീറ്റന്ന് ബീറ്റ ഡാഷിലേക്കുള്ള ഈ മാപ്പിംഗ്, അത് യു ഓഫ് സം ഓപ്പറേറ്റർ ടി ആൽഫ 1 എന്ന് പറഞ്ഞാൽ ആൽഫ 1 ഡാഷ് ആണ്, സോറി ടി അല്ല, യു ആൽഫ 1 എന്ന് പറഞ്ഞാൽ ആൽഫ 1 ഡാഷ് ആണ്, യു ആൽഫ 2 എന്ന് പറഞ്ഞാൽ ആൽഫ 2 ഡാഷ് ആണ്. അങ്ങനെ യു ആൽഫ എൻ എന്ന് പറഞ്ഞാൽ ആൽഫ എൻ ഡാഷ് ആണ്. അപ്പൊ ഇങ്ങനെ ഈ ആൽഫ ഐസിനെ ആൽഫ ഐ ഡാഷുകളിലേക്ക് മാപ്പ് ചെയ്യുന്ന യു യുണീക്ക് ആയിരിക്കും എന്നാ പറയുന്നത്. അത് എവിടുന്ന കിട്ടുക? അത് നമ്മൾ പണ്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പണ്ട് ഈ റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത് നിങ്ങളോട്, നമ്മൾ പണ്ട് പഠിച്ച റിസൾട്ടൊക്കെ നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. അത് നിങ്ങൾ തിയറം 1 പേജ് നമ്പർ 69 എടുക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയിടാം, ഓക്കെ. കാരണം നിങ്ങൾ ചില ആൾക്കാർ തിയറം 1 പേജ് 69, ഓക്കെ. അപ്പം ഇതൊരു ആൽഫ 1 ആൽഫ 1 ആൽഫ 2 സിക്ര ആൽഫ എന്നൊരു ബേസിസ് ആണ്. ആൻഡ് യു ടേക്ക് എനി n വെക്ടേഴ്സ് ഇൻ ദ സെക്കൻഡ് സ്പേസ് w. ഇവിടെ w നമ്മൾ എന്തെടുക്കണം? തിയറം മോഡൽ നമ്മൾ w v ആക്കി എടുക്കണം. അപ്പം ഈ ആൽഫ ഐസിനെ ഈ ആൽഫ ഐ ഡാഷിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു യു എപ്പോഴും യുണീക്ക് ആയിരിക്കും ബി ബേസിസ് ആണെങ്കിൽ. അത് നമ്മൾ അന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പറയുന്നത് there is a unique linear operator u which carries b on to beta dash. ഓൾസോ വേറെ റിസൾട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിനെ ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിലേക്ക് മാപ്പ്, എല്ലാ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിനെയും ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിലേക്ക് മാപ്പ് ചെയ്യുന്ന ആ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നോൺ സിംഗുലർ ആയിരിക്കണം നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ്. അപ്പം നോൺ സിംഗുലർ മീൻസ് അത് ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഇതുണ്ട്, നോൺ സിംഗുലർ ആണെങ്കിൽ 1 1 ആയിരിക്കും. അപ്പം ഇവിടെ നമ്മൾ എടുക്കുന്ന എന്ന് പറഞ്ഞാൽ ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആണ്, മീൻസ് രണ്ട് ഡയമെൻഷൻ സെയിം ആണ്. അപ്പം അത് ഇൻവേർട്ടിബിൾ ആയിരിക്കും. അപ്പം ഇത് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിനെ ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ ഇത് നോൺ സിംഗുലർ ആണ്, അപ്പം ഇത് ഇൻവേർട്ടിബിൾ ആണ്. സോ ദർ ഇസ് എ യുണീക് ലീനിയർ ഓപ്പറേറ്റർ യു വിച്ച് കാരീസ് ബീറ്റ ഓൺ ടു ബീറ്റ ഡാഷ് such that u alpha j is equal to alpha j dash, and u is invertible since it carries basis. Basis already linearly independent set ആണല്ലോ, അതുകൊണ്ട് നമ്മൾ linearly independent സെറ്റിനെ വേറെ linearly independent സെറ്റിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു യു എന്ന് വിളിച്ചത്. അത് നമ്മൾ തൊട്ട് 2-3 മാസം പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റിസൾട്ട്. അങ്ങനത്തെ ഒരു മാപ്പിംഗ് നോൺ സിംഗുലർ ആയിരിക്കും. അപ്പോൾ നോൺ സിംഗുലർ ആണെങ്കിൽ അത് ഇൻവേർട്ടിബിൾ ആയിരിക്കും ഫോർ വി ഓൺ ടു എ ബേസിസ് ഫോർ വി. ഇനി നമ്മൾ ഇവിടെ കാണിക്കുന്ന ക്ലെയിം എന്താണെന്ന് വെച്ചാൽ ഈ യുവിന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എന്ന മെട്രിക്സ് ആണ് പി എന്നാണ് ക്ലെയിം. അതാണ് ആ റിസൾട്ടിൽ നമ്മൾ കാണിക്കേണ്ടത്. അതായത് മെട്രിക്സ് പി ഈസ് എ മെട്രിക്സ് ഓഫ് ഓപ്പറേറ്റർ യു ഇൻ ദ ഓർഡർ ബേസിസ് ബീറ്റ ഫോർ പി ഈസ് ബീറ്റ. അതാണ് ക്ലെയിം. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ക്ലെയിം. മെട്രിക്സ് പി ഈസ് എ മെട്രിക്സ് ഓഫ് ഓപ്പറേറ്റർ യു ഇൻ ദ ഓർഡർ ബേസിസ് ബീറ്റ. അതായത് യു ബീറ്റ പറഞ്ഞ പി ആണെന്ന്.
അതായത് നമ്മൾ ആൽഫ ജെ ഡാഷ് ഈക്വൽ സമേഷൻ ഐ ഈക്വൽ ടു 1 to n പി ഐ ജെ ആൽഫ ഐ എടുത്താൽ എങ്ങനെയായിരുന്നു നമ്മൾ പി ഐ ജെസ് ഡിഫൈൻ ചെയ്യുന്നത്? അങ്ങനെ എടുത്താൽ we have u alpha j is equal to alpha j dash. U alpha j's are equal to alpha j dash. So I can replace this alpha j dash by u alpha j. ഇതിൽ നമുക്ക് ഇവിടെ ഇതിനെ റീപ്ലേസ് ചെയ്ത് u alpha j എന്ന് എഴുതാം. അപ്പോൾ u alpha j is equal to summation i equal 1 to n p i j alpha എന്ന് കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ശരിക്കും ഒരു മെട്രിക്സ് കണ്ടുപിടിക്കാറ്. ഒരു ഓപ്പറേറ്ററിന്റെ മെട്രിക്സ് കണ്ടുപിടിക്കുക നമ്മൾ എല്ലാ ആൽഫ ജേസിന്റെ ഇമേജ് കണ്ടിട്ട് അതിനെ ആൽഫൈസിന്റെ ടേംസിൽ തന്നെ മാറ്റി എഴുതി കിട്ടുമ്പോൾ ഇവിടെ കിട്ടുന്ന കോഎഫിഷ്യൻസ് ഫോം ചെയ്യുന്ന മെട്രിക്സ് ആണ് അതിന്റെ കറസ്പോണ്ടിങ് മെട്രിക്സ്. അപ്പോൾ നമ്മൾ ഇൻഡയറക്ട്ലി നമ്മൾ എന്ത് കാണിച്ചു? നമ്മൾ കാണിച്ചു പി എന്ന് പറഞ്ഞാൽ യു ബീറ്റ എന്നാന്ന് കാണിച്ചു. അത് യുവിന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ കണ്ടുപിടിക്കാൻ പറ്റുന്ന ആ മെട്രിക്സ് പറഞ്ഞാൽ ഈ പി മെട്രിക്സ് തന്നെയാണ്. അങ്ങനെയാണ് നമുക്കിവിടെ കിട്ടുക. സോ ഈ റിസൾട്ട് അപ്പോൾ കംപ്ലീറ്റ് ആവും. അതായത് ഓൾട്ടർനേറ്റ്ലി ഇഫ് യു ഇസ് ഇൻവെർട്ടിബിൾ ഓപ്പറേറ്റർ ഓൺ വി ഡിഫൈൻഡ് ബൈ യു ആൽഫ ജെ ഈക്വൽ ടു ആൽഫ ജെ ഡാഷ്. അങ്ങനെയെങ്കിൽ ഈ ടി ബീറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ യു ബീറ്റ ഇൻവേഴ്സ് ഇൻറ്റു ടി ബീറ്റ ഇൻറ്റു യു ബീറ്റ ആവും. അതായത് നത്തിങ് ബട്ട് പി എന്ന് പറഞ്ഞാൽ യു ബീറ്റ ആണ്. പി എന്ന് പറഞ്ഞ മെട്രിക്സ് യു ബീറ്റ ആണെന്നാണ് പറയുന്നത്. അതായത് ഏതോ ഒരു ഓപ്പറേറ്റർ ഒരു യു എന്ന ഓപ്പറേറ്ററിന്റെ മെട്രിക്സ് ആണ് ഈ മെട്രിക്സ്. ഐ മീൻ പി മെട്രിക്സ് എന്നാണ് അവർ പറയുന്നത്. നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ടി ബീറ്റ ഈക്വൽ ടു ടി ബീറ്റ ഡാഷ് ഈക്വൽ ടു പി ഇൻവേഴ്സ് ടി ബീറ്റ ഈക്വൽ പി എന്ന് കാണിച്ചല്ലോ. അപ്പൊ ഈ പി എന്താ എന്നും കൂടി നമ്മൾ മെൻഷൻ ചെയ്യാണ്. അത് ഏതോ ഒരു ഇൻവെർട്ടിബിൾ ഓപ്പറേറ്റർ യുവിന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എന്താണ് മെട്രിക്സ് ആണ്. അതാണ് നമ്മളിവിടെ ഈ പോർഷനിൽ കാണിക്കുന്നത്. ഓക്കെ, സോ yeah, so we'll do one example and you see how many examples I've written. Only one example. Okay, one example I'll show. അപ്പം ടി ഫ്രം R2 to R2 എടുക്കുക. ഇത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഓൾറെഡി ചെയ്തൊരു എക്സാമ്പിൾ ആണ്. ടി ഓഫ് x1 x2 എന്ന് പറഞ്ഞാൽ x1, 0 എടുക്കുക. മാപ്പിംഗ് ഇതാണ് വിചാരിക്കുക. അപ്പോൾ ഇത് ടി ഫ്രം വി ടു വി ആണ്. ഓക്കെ, നിങ്ങളെ ബീറ്റ എന്ന് പറഞ്ഞാൽ E1 E2 ആണ്. E1 E2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 0 0 1 എന്ന് പറഞ്ഞ വെക്ടർ ആണ്. എന്ന് പറഞ്ഞ ബേസിസ് ആണ്. ഓക്കെ, സോ ഇവിടെ ഇതാണ് നിങ്ങളെ ബീറ്റ. അപ്പോൾ ഇനി നമുക്ക് E1 ഇനി നമ്മൾ E2 എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അല്ല. EJ എന്ന് പറഞ്ഞാൽ ith കോർഡിനേറ്റിൽ 1ഉം ബാക്കി എല്ലാ കോർഡിനേറ്റിലും 0 വരുന്ന വെക്ടേഴ്സ് ആണ് EJ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ പണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ടി ബീറ്റ എന്താ. നമുക്ക് അന്ന് ടി ബീറ്റ എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? നമുക്ക് ടി ബീറ്റ 1 0 0 0 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. തൊട്ടുമ്പത്തെ ക്ലാസ്സിൽ നമുക്ക് ചെയ്ത എക്സാമ്പിളിലും ഇതേ എക്സാമ്പിളിൽ നമുക്ക് ടി ബീറ്റ 1 0 0 കിട്ടി. അതായത് ടി എന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ മെട്രിക്സ് നമുക്ക് 1 0 0 0 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ബീറ്റ ഡാഷ് എടുക്കുകയാണ്. ഇവിടെ ഒരു പുതിയൊരു ബേസ് എടുക്കുകയാണ്. ഇത് 1 1 2 1 എന്നിട്ട് ഈ 1 1 2 1 എന്ന സെറ്റ്, ഈ സെറ്റ് എന്തായാലും ഇതിൻ്റെ ബേസിസ് ആണ്, ആർട്ടിന്റെ ബേസിസ് ആണ്. അപ്പൊ അതിന് നമ്മൾ E1 ഡാഷും E2 ഡാഷും ഡിനോട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു പി മെട്രിക്സ് കാണാറ്? നമ്മൾ അത് ശരിക്കും നമ്മൾ എന്താണ് നമ്മൾ ഈ എലിമെന്റ്സിൽ നമ്മൾ എടുക്കും. അതായത് 2 എലിമെന്റ്സ് എടുക്കും, ആൽഫ 1 ഡാഷ് ആൽഫ 2 ഡാഷ് എടുത്തിട്ട് അതിന് നമ്മൾ ഈ ഫസ്റ്റ് ബേസിസിൽ എലിമെന്റ്സിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യും. അപ്പൊ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് 1 1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു E1 പ്ലസ് 1 ഇൻറ്റു E2 എന്നാണ് കിട്ടുക അല്ലേ. E1 എന്ന് പറഞ്ഞാൽ ഈ 1 0 ശരിക്കും 1 ഇൻറ്റു 1 0 പ്ലസ് 1 ഇൻറ്റു 0 1 ആണ് ശരിക്കും 1 1 എന്ന് പറയുന്നത്. അപ്പോൾ 1 ഇൻറ്റു E1 പ്ലസ് 1 ഇൻറ്റു E2 എന്ന് എഴുതാം. അതുപോലെ 2 1 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 0 പ്ലസ് 1 ഇൻറ്റു 0 1 ആണ് 2 1. മൾട്ടിപ്ലൈ ആഡ് ചെയ്താൽ നമുക്ക് 2 1 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയ കോഎഫിഷ്യൻസ് ഇതൊക്കെയായിരുന്നു 1 1 2 2. ഇതാണ് നമ്മൾ പി മെട്രിക്സിന്റെ കോൺട്രിബ്യൂഷൻ പി മെട്രിക്സിലേക്ക് എടുക്കുന്നത് അല്ലേ. അപ്പം ഫസ്റ്റ് റോ, ഇവിടുത്തെ ഫസ്റ്റ് റോ ആണ് നമ്മളെ ഫസ്റ്റ് കോളം വരിക പിയിലുള്ള. അതുപോലെ സെക്കൻഡ് റോ ആണ് നമ്മളെ സെക്കൻഡ് കോളം വരിക പി മെട്രിക്സിൽ. ഓക്കെ, അപ്പം ഓക്കെ, എന്നിട്ട് നമുക്ക് പി കിട്ടി. ഇപ്പൊ നമ്മളെ വർക്ക് ഇപ്പൊ എന്താ വെച്ചാൽ നമുക്ക് പിന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ് ആ മെട്രിക്സ് കാണണം. സപ്പോസ് നമുക്ക് കാണണം എന്ന് വിചാരിക്കാം. അങ്ങനെ കാണണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പി ഓൾറെഡി കണ്ടുപിടിച്ചു. പി ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ മെട്രിക്സ് ഇൻവേഴ്സ് ആണ് ഈ മെട്രിക്സ്, നമുക്ക് അറിയാം എങ്ങനെയാ ചെയ്യേണ്ടത്. അപ്പൊ പി ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും.
എന്നിട്ട് നിങ്ങൾക്ക് ടി ബീറ്റ ഡാഷ് എന്ന് പറഞ്ഞ ഈ സംഭവം കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഇത് ഇവാലുവേറ്റ് ചെയ്താൽ മതി. അതായത് പി ഇൻവേഴ്സ് ഇൻറ്റു ടി ബീറ്റ ഇൻറ്റു പി. കാരണം എന്താ, ഇത് രണ്ട് സിമിലർ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ആ പി എവിടുന്നാണ് വരുന്നത്? പി നമ്മൾ കൺസ്ട്രക്ഷൻ കാണിച്ചു, ഇങ്ങനെയാണ് നമ്മൾ പി കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുക, എന്താ കിട്ടുക? അപ്പം -1 ഓക്കെ, -1 2 1 -1 ഇൻറ്റു 1000 ഇൻറ്റു 1211 കിട്ടും. അത് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ലാസ്റ്റ് ഇങ്ങനെ കിട്ടും. അതായത് മൈനസ് ഈ മെട്രിക്സ് -1 -2 1 2. അപ്പോൾ ഇതാണ് ശരിക്കും നിങ്ങളെ ടി ബീറ്റ ടി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ് ആ മെട്രിക്സ്. സെക്കൻഡ് ബേസിസ് ഇതാണ് നമുക്ക് കിട്ടേണ്ട മെട്രിക്സ്, നമുക്ക് കിട്ടിയ മെട്രിക്സ്. അപ്പം നമ്മളെ ഉദ്ദേശം ഇവിടെ എത്രയേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ രണ്ട് ബേസിസ് എടുത്തു, ബീറ്റയും ബീറ്റ ഡാഷും. എന്നിട്ട് ടീൻ്റെ വിത്ത് റെസ്പെക്ട് നമ്മൾ രണ്ട് ബേസിസ് എടുത്തു, ബീറ്റയും ബീറ്റ ഡാഷും. എന്നിട്ട് ടി ബീറ്റ ഡാഷ് കാണാൻ നമ്മൾ എന്ത് ചെയ്തു, ടി ബീറ്റ കണ്ടിട്ട് ഒരു പി കണ്ടുപിടിച്ചു, എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഈ പി കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ബീറ്റയും ബീറ്റ ഡാഷ് വെച്ചിട്ട് ഒരു യുണീക്ക് പ്രോസസ്സ് ഉണ്ട്, നമുക്ക് ഓൾറെഡി അറിയുന്നൊരു പ്രോസസ്സ് ഉണ്ട്. അത് നമ്മൾ ചെയ്തിട്ട് നമ്മൾ പി കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടി, അതായത് ഈ ഒരു മെട്രിക്സ് നമുക്ക് കിട്ടി ബൈ ജസ്റ്റ് ഇവാലുവേറ്റിംഗ് ദിസ്. അത് ശരിയാണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നിങ്ങൾ ടി ബീറ്റ ഡാഷിന്റെ മെട്രിക്സ് കണ്ടു നോക്കിയാൽ മതി. എങ്ങനെ ടി ബീറ്റ ഡാഷിന്റെ മെട്രിക്സ് കാണാം? ടി ബീറ്റ ഡാഷിന്റെ മെട്രിക്സ് തന്നെ കാണാം, ടി ഓഫ് E1 ഡാഷും ടി ഓഫ് E2 ഡാഷും കണ്ടുപിടിക്കുക. എന്നിട്ട് അവർ E1 E2 ടേംസിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പം ടി ഓഫ് E1 ഡാഷ് പറയുമ്പോൾ ടി ഓഫ് 1 1 ഇതാണ് നമ്മൾ E1 ഡാഷ്. ഇവിടെ E1 ഡാഷ് ഇതാ, ഇവിടെ നമ്മൾ പറയുന്നുണ്ട് E1 ഡാഷ് E2 ഡാഷ് അല്ലേ. അപ്പോൾ ടി ഓഫ് E1 ഡാഷ് കാണാം, എന്നിട്ട് അതിനെ E1 ഡാഷിന്റെ E2 ഡാഷ് ടേംസിനെ റെപ്രസെന്റ് ചെയ്യുക. അതുപോലെ E2 ഡാഷും കാണാം, എന്നിട്ട് E1 ഡാഷിന്റെ E2 ഡാഷ് ടേംസിനെ റെപ്രസെന്റ് ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന മെട്രിക്സ് ആണ് ഇതാ -1 -2 1 2. ആ രണ്ട് മെട്രിക്സും സെയിം ആണ്. ആ മെട്രിക്സ് തന്നെയാണ് നമുക്ക് ആദ്യം കിട്ടിയതും. ഇവിടെ കിട്ടിയ മെട്രിക്സും നമ്മൾ രണ്ടാമത് നേരിട്ട് കാൽക്കുലേഷൻ ചെയ്ത് കിട്ടിയ മെട്രിക്സും രണ്ടും സെയിം ആണ്. അതായത് നമ്മൾ ചെയ്ത റിസൾട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് ഹോൾഡിങ്. സോ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളോടിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ടി എന്നൊരു ലീനിയർ ഓപ്പറേറ്റർ തന്നു, ഒരു ഫംഗ്ഷൻ തന്നു, ഏതെങ്കിലും വെക്ടർ സ്പേസിലേക്ക് ഫംഗ്ഷൻ തന്നിട്ട് ഒരു ബീറ്റ ഫിക്സ് ചെയ്തു, അതുപോലെ വേറൊരു ബീറ്റ ഡാഷും ഫിക്സ് ചെയ്തു. നിങ്ങളോട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടി ബീറ്റ തരും, എന്നിട്ട് നിങ്ങളോട് ടി ബീറ്റ ഡാഷ് കാണാൻ പറയും. അപ്പോൾ ടി ബീറ്റ ഡാഷ് നിങ്ങളോട് കാണാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ടി ബീറ്റ ഡാഷ് എങ്ങനെയാണ് കാണുക? നിങ്ങൾ ആദ്യം ആ പി മെട്രിക്സ് കണ്ടുപിടിക്കണം. അതായത് ബീറ്റ ഡാഷ് എലിമെന്റ്സിനെ ബീറ്റ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. ആ പി മെട്രിക്സ് കണ്ടിട്ട് അതിന്റെ ഇൻവേഴ്സ് കാണാം, എന്നിട്ട് ടി ബീറ്റയോട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പിയോട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ മെട്രിക്സ് കിട്ടും. ചിലപ്പോൾ എങ്ങനെയായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ ഇതെല്ലാം കാണാൻ പറയും, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് റിസൾട്ട്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ഒന്ന് സമ്മറൈസ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞത്? ആദ്യം എന്താ പറഞ്ഞത് നമ്മൾ? ഫസ്റ്റ് നമ്മൾ എന്താന്ന് പറഞ്ഞത്? ആരെങ്കിലും പറയും? നമ്മൾ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ ട്രാൻസ്മിഷൻസിന്റെ മുകളിലാണ്. ലീനിയർ ട്രാൻസ്മിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ലീനിയർ ട്രാൻസ്മിഷൻസ് ആണ് അല്ലേ. നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താ കാണിച്ചത്? യുടിന്റെ യു കോമ്പിനേഷൻ യുടിന്റെ കോർഡിനേറ്റ് ബേസിസ്, കോർഡിനേറ്റ് മെട്രിക്സ് ഒരു ഓക്കെ ബീറ്റയും ബീറ്റ ഡാഷും. അതായത് നമ്മൾ വി ഡബ്ല്യു ഇസഡ് എടുത്തു, ഇത് ബീറ്റ ബീറ്റ ഡാഷ് ബീറ്റ ഡബിൾ ഡാഷ് ബേസ് എടുത്തു, ഈ മൂന്ന് പേര്. എന്നിട്ട് നമ്മൾ യുടിന്റെ മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ആൻഡ് ബീറ്റ ഡബിൾ ഡാഷ് എന്ന സി എന്താന്ന് കാണിച്ചു? സി ഈക്വൽ ടു ബി എ എന്ന് കാണിച്ചു. ബി എന്തായിരുന്നു? ബി എന്ന് പറഞ്ഞാൽ ടി എന്ന ഓപ്പറേറ്ററിന്റെ ടിന്റെ ആയിരുന്നു ബി, അതോ യുവിന്റെ ആയിരുന്നു? യു അല്ലേ, യുവിന്റെ ആയിരുന്നില്ലേ അല്ലേ? എ എന്ന് പറഞ്ഞാൽ
ടീന്റെ മെട്രിക്സ് ആയിരുന്നു റിലേറ്റീവ് ടു ബീറ്റ ആൻഡ് ബീറ്റ ഡാഷും ബീറ്റ ആൻഡ് ബീറ്റ ഡാഷും. അതുപോലെ ബി എന്ന് പറഞ്ഞാൽ യുവിന്റെ മെട്രിക്സ് ആയിരുന്നു വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ് ആൻഡ് ബീറ്റ ഡബിൾ ഡാഷ്. നമ്മൾ കാണിച്ചു സി എന്ന സംഭവം ബി എ ആയിരിക്കും എന്ന് കാണിച്ചു. പിന്നെ നമ്മൾ പ്രൂവ് ചെയ്തത് ടി ഇൻവേഴ്സിന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എന്താണ്, ടി ബീറ്റ കണ്ടിട്ട് ഇൻവേഴ്സ് കണ്ടാൽ മതി. അതായത് ഒരു ലീനിയർ ഓപ്പറേറ്റർ എടുത്തു, നമ്മൾ അതിന്റെ ഇൻവേഴ്സ് എടുത്തു, ആ മാപ്പിന്റെ ആ ടീനെ ഇൻവേഴ്സ് എടുത്തിട്ട് അതിന്റെ മെട്രിക്സ് കാണണമെങ്കിൽ ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള ആ ഓപ്പറേറ്ററിന്റെ മെട്രിക്സ് കണ്ടിട്ട് ആ മെട്രിക്സിന് ഇൻവേഴ്സ് കണ്ടാൽ മതി. അത് നമ്മൾ കാണിച്ചു. പിന്നെ ടി ഇൻവേർട്ടബിൾ ആണെങ്കിൽ ടി ബീറ്റ ഇൻവേർട്ടബിൾ ആണെന്ന് കാണിച്ചു. ഇഫ് ആൻഡ് ഓൺലി ഇഫ്, അതായത് ടി ബീറ്റ ഇൻവേർട്ടബിൾ ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ടി ഈസ് ഇൻവേർട്ടബിൾ ഇഫ് ആൻഡ് ഓൺലി ടി ബീറ്റ ഈസ് ഇൻവേർട്ടബിൾ എന്ന് കാണിച്ചു. പിന്നെന്താ കാണിച്ചത്? പിന്നെ നമ്മളെന്താ കാണിച്ചത്? പിന്നെ നമ്മളെന്താ ചെയ്തത്? ഇൻവെർട്ടിബിലിറ്റി പറഞ്ഞു, പറയൂ. പിന്നെ ഇപ്പൊ പറഞ്ഞത് ടി ബീറ്റ ഡാഷും ടി ബീറ്റയും തമ്മിലുള്ള റിലേഷൻ. പിന്നെ നമ്മൾ ഈ ടി ബീറ്റയും അതുപോലെ ടി ബീറ്റ ഡാഷും, അതായത് ഒരു ലിയർ ഓപ്പറേറ്ററിന്റെ ടി എന്ന ലിയർ ഓപ്പറേറ്ററിന്റെ വിന്റെ രണ്ട് ബേസ് എടുക്കുക നമ്മൾ, ബീറ്റ ബീറ്റ ഡാഷും. എന്നിട്ട് നമ്മൾ ഇവർ തമ്മിലുള്ള റിലേഷൻ കാണിച്ചു, എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് കാണിച്ചു. അതായത് ടി ബീറ്റ ആൻഡ് ടി ബീറ്റ ഡാഷ് ആർ സിമിലർ എന്ന് കാണിച്ചു. ഒരു പി ഇൻവേഴ്സ് ടി ബീറ്റ പി ആണ് നമ്മളെ ടി ബീറ്റ ഡാഷ്, അതായത് ദേ ആർ ആക്ച്വലി സിമിലർ. ആൻഡ് പി എന്തായിരുന്നു? പി എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തായിരുന്നു? ഒരു P1 P2 എക്സെട്ര പി എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. P1 P2 എക്സെട്ര പി എന്ന് പറഞ്ഞ കോളം മെട്രിക്സ്, കോളംസ്. വേർ പി ജെ എന്തായിരുന്നു? ഇതൊക്കെ നമ്മൾ അന്നത്തെ തീർത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പി ജെ എന്തായിരുന്നു? വിത്ത് റെസ്പെക്ട് ടു എന്തായിരുന്നു പി ജെ? എവിടെ പി ജെ? where pj is alpha j dash with respect to beta, അല്ലേ? pj is alpha j dash with respect to beta. അതായത് ഒരു p1 എന്ന് പറഞ്ഞാൽ ആൽഫ 1 ഡാഷ് with respect to beta ആണ്. അതെവിടെ ഇതൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എഴുതിയിട്ടുണ്ട്. അവിടെ നമ്മൾ പി മെട്രിക്സ് ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ കേസിൽ, അതവിടെ നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു നമ്മളെ P1, ഇതാണ് നമ്മളെ P1, ഇതാണ് നമ്മളെ P2 ഈ കേസിൽ. അപ്പൊ ഈ P1 എന്താ, ഈ 1 എന്തായിരുന്നു? നമ്മൾ എന്താ എഴുതി? P1 അല്ലെങ്കിൽ പി ജെ എന്ന് പറഞ്ഞാൽ ആൽഫ ജെ ഡാഷ് എന്ന മെട്രിക്സിന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ്, അല്ല വിത്ത് റെസ്പെക്ട് ടു ബീറ്റ അല്ലേ? ബീറ്റ ഡാഷ് ആണ് ബീറ്റ. അപ്പൊ ഇവിടെ ബീറ്റ എന്താ? E1ഉം E2ഉം അല്ലെ? ആ E1ഉം E2 അടങ്ങുന്ന സെറ്റാണ് ബീറ്റ. അപ്പൊ P1 എന്ന് പറഞ്ഞാൽ എന്താവും? ആൽഫ 1 ഡാഷ് എന്ന വെക്ടറിന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ കോർഡിനേറ്റ് മെട്രിക്സ് ആണ്. ഇവിടുത്തെ ആൽഫ 1 ഡാഷ് എന്താ? ഇതാണ് നമ്മൾ ആൽഫ 1 ഡാഷ്, ആൽഫ 2 ഡാഷ്. E1 ആയിരുന്നു ആൽഫ 1, ആൽഫ 2 E2 ആയിരുന്നു ആൽഫ 2. അപ്പൊ ഈ ആൽഫ 1 ഡാഷ് നമ്മൾ റെപ്രസെന്റ് ചെയ്തു E1 E2 ടേംസ്. അപ്പൊ ശരിക്കും നമ്മൾ എന്താ കണ്ടത്? നമ്മൾ കോർഡിനേറ്റ് വെക്ടറാ കണ്ടത്. ആരെ കോർഡിനേറ്റ് വെക്ടറാ കണ്ടത്? ഈ ആൽഫ 1 ഡാഷ് എന്ന മെട്രിക്സിന്റെ എന്ന വെക്ടറിന്റെ കോർഡിനേറ്റ് വെക്ടറാ കണ്ടത് വിത്ത് റെസ്പെക്ട് ടു ഈ ബേസിസ് ബീറ്റ. അങ്ങനെയാണ് P1 എന്ന് പറഞ്ഞ സാധനം ആൽഫ 1 ഡാഷ് ബീറ്റ എന്ന് പറഞ്ഞത്. അതേപോലെ രണ്ടാമത് നമ്മൾ കണ്ടത് പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മൾ ആൽഫ 2 ഡാഷ് ആണ്, ഈ എലിമെന്റ് ആണ്. ഓക്കെ, അതിന്റെ നമ്മൾ എന്ത് ചെയ്തു? ആൽഫ 2 ഡാഷ് നമ്മൾ ഈ ബേസിന്റെ ടേംസ് റിപ്രസെന്റ് ചെയ്തു. അത് ഓൾഡ് ബേസിസ് ആണ്. അപ്പൊ സം കോൺസ്റ്റന്റ് ഇൻറ്റു E1 പ്ലസ് സം കോൺസ്റ്റന്റ് ഇൻറ്റു E2 എന്ന് കാണിച്ചു. അപ്പൊ ഈ കോൺസ്റ്റൻസ് എയും ബി ആണെങ്കിൽ ഈ എ ബി എന്ന മെട്രിക്സ് ആണ് ഇതിന്റെ കോർഡിനേറ്റ് വെക്ടർ, എന്തിന്റെ? ആൽഫ 2 ഡാഷിന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ, വിത്ത് റെസ്പെക്ട് ടു ബീറ്റ കോർഡിനേറ്റ് വെക്ടർ വരിക. അതെല്ലാം നമ്മളിവിടെ കാണിച്ചത്. ഈ 2-1 സാധനം നമുക്ക് അവിടെ നിന്നാണ് കിട്ടുന്നത്. ഇതെല്ലാം റിലേറ്റഡ് ആണ്. നിങ്ങൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ വീണ്ടും നമ്മളോട് ഉപയോഗിക്കും മുമ്പോട്ട് എന്തായാലും. അപ്പം സാധനങ്ങൾ ക്ലിയർ ആയിട്ട് പോയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവും. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബീറ്റയും ബീറ്റ ഡാഷും എല്ലാം കൂടി കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും കുറച്ച് പേർക്കൊക്കെ, അല്ലേ? ഈ ടി ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എന്ന് പറയുന്നതും ടി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എന്ന് പറയുന്നത് രണ്ട് സാധനമാണ്. ഇതൊരു മെട്രിക്സ്, ഇത് രണ്ടും മെട്രിക്സ് ആണ്. ഇതൊരു മെട്രിക്സ് ആണ്, ഇതൊരു കോളം മെട്രിക്സ് ആണ്, അല്ലേ? ടി ആൽഫ എന്നൊരു വെക്ടർ ആണ്. ആ വെക്ടറിന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ കോർഡിനേറ്റ് വെക്ടർ ആണ് ഇത്.
ഇത് ടി എന്ന മെട്രിക്സിന്റെ നമ്മൾ മെട്രിക്സ് റിലേറ്റഡ് ടു ബീറ്റ. ഓക്കെ, ഇതിൽ ചില നൊട്ടേഷൻസിലും ചെറിയൊരു സാമ്യം വരുന്നതിനെ കൊണ്ട് അതും ഒരു കൺഫ്യൂഷൻ വരും. പക്ഷെ പതുക്കെ മനസ്സിരുത്തി വായിക്കണം, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. പിന്നെ ഈ ക്ലാസ് ഇപ്പൊ ഇട്ട ഈ ക്ലാസ് ഒന്നും കൂടി കാണുക, റെക്കോർഡ് ചെയ്യാൻ ഇടുന്നുണ്ട്, അതൊന്നുകൂടി കാണാൻ ശ്രമിക്കുക. എന്തായാലും ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ കണ്ടതൊക്കെ എന്തായാലും ക്ലിയർ ആവും. കാര്യങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആവും. അപ്പം അതോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. റിമൈനിങ് വിൽ ടേക്ക് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പം നാളെ ഞാൻ ക്ലാസ് എടുക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് മറ്റന്നാൾ എക്സാം പറഞ്ഞതുകൊണ്ട് നാളെ എടുക്കുന്നില്ല. മാക്സിമം കണ്ടിന്യൂസ് ക്ലാസ് എടുക്കണം, കാരണം വിട്ടുപോകുമ്പം നമുക്ക് എന്താ പറയുക, വലിയ ഗ്യാപ്പ് വരും. നേരത്തെ പോലെ ഗ്യാപ്പ് വന്നാൽ നമുക്ക് എന്താ പറയുക, ബുദ്ധിമുട്ടാവും, മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഓരോ ദിവസം എടുക്കുന്ന അടുത്ത ദിവസത്തേക്ക് ഫോളോ അപ്പ് ചെയ്ത് പോയില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് മനസ്സിലാവില്ല. ഓക്കെ, ഇനി അടുത്ത സെക്ഷനും അതിൻ്റെ അടുത്ത സെക്ഷനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലീനിയർ ഫംഗ്ഷൻസ്, ഡുവൽ സ്പേസ്, അങ്ങനെ കുറേ ഡബിൾ ഡുവൽ സ്പേസ് എന്നൊക്കെ സംഭവം ചെയ്യാനുണ്ട്. അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ ട്രാൻസ്പോസ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ഇതാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്, ഈ ചാപ്റ്ററിൽ വരുന്ന 4 മെയിൻ ടോപ്പിക്സ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കവർ ചെയ്യണം, പതുക്കെ കവർ ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് ഒന്നുകൂടി കാണുക എല്ലാവരും. ക്ലാസ് എക്സാം പ്രിപ്പയർ ചെയ്യുക. 2 to 3 എക്സാം എന്തായാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. അതായത് ആ സമയപരിധിയിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം വേറെ ഒന്നും ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? എന്തുണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ഓക്കെ സർ.